നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അമേരിക്കൻ സൈന്യത്തിന് സ്വന്തം മണ്ണിൽ ഇടം കൊടുക്കുമ്പോൾ ഖത്തർ ഭരണാധികാരിയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത കൂടി ഉണ്ടായിരുന്നു. അമേരിക്കയുമായി അടുക്കുന്നതിലെ സാമ്പത്തിക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കൊപ്പമുള്ള മറ്റൊന്ന്. അമേരിക്കൻ സൈന്യത്തിന് ഇവിടെ ഇടം നൽകിയാൽ അവിടെ കയറി ഇസ്രയേൽ ആക്രമിക്കില്ല എന്ന കണക്കുകൂട്ടലായിരുന്നു അത്. അമേരിക്കയുമായി അടുപ്പം പുലർത്താനുള്ള ഒരു പ്രധാന കാരണമായി പല അറബ് രാജ്യങ്ങളും ആഭ്യന്തരമായി പറഞ്ഞിരുന്ന ന്യായീകരണവും ഇതായിരുന്നു. അമേരിക്കയുമായി ചേർന്ന് നിന്നാൽ ഇസ്രയേൽ ആക്രമണം തടയാം എന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നുമെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പലരും അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ അമേരിക്കൻ സൈനിക താവളത്തിന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ആക്രമണം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്നൊക്കെ പറയുമ്പോഴും ഖത്തറിൻ്റെ പരമാധികാരത്തിനുമേൽ തന്നെയായിരുന്നു ആ ബോംബുകൾ വന്നു വീണത്. ഇപ്പോൾ അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചിരിക്കുകയാണ് ഖത്തർ. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടക്കുന്നത്. GCC അംഗരാജ്യങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങളും ചൈനയുടെയും തുർക്കിയുടെയും സൈനിക പ്രതിനിധികളുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. പറച്ചിലിനപ്പുറം തിരിച്ചടി പ്രാവർത്തികമാക്കാൻ ഈ അറബ് ലോകത്തിന് ശേഷിയുണ്ടോ? അതിന് കഴിയുമോ? പൊതു പ്രസ്താവനയ്ക്കപ്പുറം ഒന്നിച്ചു നിൽക്കാൻ ഒരു ചെറുത്തുനിൽപ്പിനെങ്കിലും ഈ അറബ് ലോകം തയ്യാറാകുമോ? അമേരിക്കൻ താൽപ്പര്യത്തിനപ്പുറം പോകാനുള്ള ആത്മധൈര്യം കാണിക്കുമോ ഈ രാജ്യങ്ങളും ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികളും? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട് നമുക്ക് മുന്നിൽ. ഇപ്പോഴും പറയുന്നത് തിരിച്ചടിക്ക് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നാണ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ്? അങ്ങനെയാണോ ചരിത്രം പറയുന്നത്? ഇതെല്ലാം തന്നെ നമുക്ക് വിശദമായി പരിശോധിക്കാം. പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ പറയാം. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന് മാധ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഖത്തർ ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് ശേഷം അവരുടെ പരമാധികാരത്തിന് മേൽ നടന്ന ഒരു ആക്രമണമായി കണ്ടുകൊണ്ട് തന്നെ അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചിരിക്കുകയാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഉച്ചകോടി. തിരിച്ചടിക്ക് അറബ് ലോകം ഒരുങ്ങുന്നു എന്ന മട്ടിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഈ അറബ് ലോകത്തെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളും അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധവും താല്പര്യങ്ങളും ഒക്കെ ഉള്ള രാജ്യങ്ങളാണ്. ഈ പറച്ചിലിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു യോജിപ്പിന് അല്ലെങ്കിൽ അത്തരമൊരു തിരിച്ചടിക്കാനുള്ള ഒരു ശേഷിയിലേക്കൊക്കെ മാറാൻ അറബ് ലോകത്തിന് ഏതെങ്കിലും തരത്തിൽ കഴിയുമോ? കിരൺ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പിന്നെ ഈ ഇസ്രയേലിന് ആര് ഈ അധികാരം കൊടുത്തത് ഈ അറബ് രാജ്യങ്ങളിൽ ഒക്കെ കയറി അടിക്കാന്? അമേരിക്കയല്ലേ കൊടുക്കുന്നത്? അതേ രീതി ഈ അമേരിക്ക അറബ് രാജ്യങ്ങൾക്കും കൊടുക്കും അടിക്കാനുള്ള സൗകര്യം. അതിന് യാതൊരു തർക്കവും ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞതാ കിരണിന്റെ അടുത്ത്. മൊയ്തീൻ കുഞ്ഞ് പറയുന്നത് ഇസ്രയേലിനെ തിരിച്ചടിക്കാൻ അമേരിക്കയുടെ ഒരു അനുമതി അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു സഹായം അറബ് രാജ്യങ്ങൾക്ക് ലഭിക്കുമെന്നാണോ? കിട്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അമേരിക്കയുടെ സൈന്യങ്ങളും അമേരിക്കയുടെ പടക്കോപ്പുകളും എല്ലാം ഈ അറബ് രാജ്യങ്ങളിലാണ് കിടക്കുന്നത്. അത് മനസ്സിലാക്കണം. അല്ല, അവരങ്ങനെ അവരുടെ സൈനിക താവളത്തിന് വേണ്ടി ഇടം നൽകിയത് തന്നെ മറ്റൊരു ഗുണ്ടയെ പേടിച്ച് വേറെ ഗുണ്ടയ്ക്ക് ഇടം നൽകി എന്നൊക്കെ പറയുന്ന പോലെയുള്ളൂ. ഇസ്രയേൽ കയറി അടിക്കില്ല, അമേരിക്കൻ സൈനിക താവളം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ എന്നൊക്കെയാണ്. ഈ സൈനിക താവളത്തിന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ഇസ്രയേൽ കയറി അടിച്ചിട്ട് പോയത്. ഇറാൻ ഇറാഖ് യുദ്ധം നടന്ന അതിനുശേഷം ഇറാഖിന്റെ ആയുധങ്ങളും വിമാനങ്ങളും ഇതെല്ലാം ഇറാനെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇറാഖിന് അത് എടുക്കാൻ പറ്റിയില്ല. ഇറാൻ കൊടുത്തില്ല കുവൈറ്റിനെ ആക്രമിച്ച സമയത്ത്. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇവർക്ക് അനുവാദം കൊടുത്തില്ലെങ്കിൽ ഈ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊന്നും എന്തായാലും അതിനൊക്കെ എത്രത്തോളം കഴിയും? അമേരിക്കയുടെ ശക്തിയും ഖത്തറിന്റെ സൈനിക ശക്തിയും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത് പ്രായോഗികമായി എങ്ങനെ കഴിയുമെന്നുള്ളത് അറിയില്ല. എന്തായാലും ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അറബ് ലോകത്തിന് ഇങ്ങനെ ഒരു ഐക്യം, അങ്ങനെ ഒരു ഐക്യത്തോടുകൂടിയുള്ള നിപ്പ് സാധ്യമാകുമോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട് സാറേ. അറബ് ലോകം ഒന്നിച്ച് നിന്ന് എങ്ങനെ പൊരുതിന്ന് പറഞ്ഞാലും ഇസ്രയേലിനെ അടിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലുള്ള സാധനങ്ങൾ ഇസ്രയേലിന്റെ കയ്യിലുണ്ട്. ഇപ്പം തന്നെ എത്ര രാജ്യത്തെ അടിച്ചു കഴിഞ്ഞു. പാലസ്തീനൊക്കെ ഇപ്പം കണ്ടില്ലേ ചാമ്പലായി പോയത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഖത്തറിന് ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കിട്ടിയത്. എന്ന് പറഞ്ഞ പോലെ എത്ര അടിച്ചെന്ന് പറഞ്ഞാലും അതിനെ പ്രതിരോധിക്കാനുള്ള സാധനം വരെ അവന്റെ കയ്യിലുണ്ട്. ഇസ്രയേലിനോട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു കാണും. കാരണം ഈ
അറബ് ലോകത്ത് ഇത്രയും സാധനങ്ങളൊന്നും അവരുടെ ഇല്ല. ആകപ്പാടെ 3-4 രാജ്യത്ത് അമേരിക്ക ഇതിനകത്ത് ഇടപെടുത്തേ ഇല്ല. അമേരിക്ക എന്താ ഇപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുവൈറ്റും UAE ഒക്കെ അമേരിക്കയുടെ ഒരു, സൗദി അറേബ്യയൊക്കെ അമേരിക്കയുടെ ഒരു കുറച്ച് സൈനിക താവളം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അമേരിക്ക ഒന്നും ഇസ്രായേൽ അടിച്ചോട്ടെന്ന് കരുതിക്കൊണ്ടോ. അപ്പൊ ഇസ്രായേലിന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അവൻ അടിച്ചിരിക്കും, അത് ഉറപ്പായിരിക്കും, അത് യാതൊരു സംശയം വേണ്ട. ശരി, ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ അറബ് ലോകത്തിന്റെ അഭിമാനത്തിന് മേൽ ഇപ്പോൾ വർഷിച്ച ബോംബുകൾക്ക് ഒരു തിരിച്ചടി നൽകാൻ, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് അങ്ങനെ ഒരു നിലപാടെങ്കിലും സ്വീകരിക്കാൻ അറബ് ലോകം തയ്യാറാകുമോ? യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ പോലെ അവര് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഭസ്മാക്കേണ്ട കഴിവുണ്ട്. പക്ഷെ അവര് ആ ഭരണതലത്തിൽ നിന്നും, അതായത് അറബിക് സ്പീക്കിംഗ് കൺട്രീസിലെ ഭരണത്തിലെ കൂട്ടർ ദൈവ പ്രാർത്ഥനയും നല്ല കൂട്ട ഈ ദുഷ്ടനെ പോലെയല്ല. അതുകൊണ്ട് അവരിൽ ഏറ്റവും പക്ഷെ പേടിപ്പിക്കാം. ഇപ്പൊ ഖത്തറില് അമേരിക്കന്റെ ഇത് സൈനിക താവളത്തില് അമേരിക്കയോടുള്ള വെറുപ്പിനല്ലേ സൈനിക താവളത്തിലേക്ക് അന്ന് ഇത് വർഷിച്ച്. അപ്പോ അതൊരു പേടിപ്പിക്കൽ. അതുപോലെ ഇവർ ചേർന്ന് കഴിഞ്ഞാലില്ല, എല്ലാം ഭസ്മാക്കേണ്ട കഴിവുണ്ട്. ഈ അറബിക് സ്പീക്കിംഗ് കൺട്രീസ് യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ പോലെ ചേർന്ന് തന്നെ ചെയ്യും. പക്ഷെ അവര് നല്ല സ്വഭാവമുള്ള ഒട്ടുമുക്കാലും ഈ ദുഷ്ടനെ പോലെയല്ല. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ മനസാക്ഷിയില്ലാതെ ഇതൊന്നും ഭൂമിയിൽ ജനിക്കേണ്ടതല്ല. എത്ര നിരപരാധികളെ കൊണ്ടുകൊടുക്കുന്നത്, എത്ര ബിൽഡിംഗാ പോകുന്നത്. എല്ലാ രാജ്യത്തിലെ ജനങ്ങൾക്കെല്ലാം മാനസികമായ പ്രയാസം ഉണ്ടാകും. ഈ ദുഷ്ടന്മാരാ ഇങ്ങനെ എലക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ പോസ്റ്റിൽ നിർത്തിക്കുന്നത് തന്നെ ഇനിയെങ്കിലും ഈ മനുഷ്യൻ വിവരമുള്ള ബുദ്ധി മകതിരിയുള്ള മനുഷ്യന്മാർ ഇനിയെങ്കിലും ചിന്തിക്കണം. അല്ലെങ്കിൽ ഈ ശാന്തി സമാധാനം ഉണ്ടാവൂല. ഇപ്പം തന്നെ പ്രകൃതിന്റെ അന്ന് കണ്ടിട്ടില്ലേനോ മറ്റേ കൊറോണ വ്യക്തമാണ്. ശ്രീ ദിവാകരൻ, ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്റെ അഭിപ്രായത്തില് ഈ അമേരിക്കയെ മുൻനിർത്തിയാണ് ഇസ്രായേൽ പൊരുതുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവര് രാഷ്ട്രത്തിനെ നിലനിർത്തുക എന്നല്ല, മറ്റു രാഷ്ട്രങ്ങളെ നശിപ്പിക്കുക എന്ന ഒരു പ്രക്രിയ അവിടുത്തെ പ്രസിഡന്റ് ഉപേക്ഷിക്കണം. പിന്നെ അറബ് രാജ്യങ്ങൾ മാത്രം പോരാ, മറ്റ് രാഷ്ട്രങ്ങളും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഇതിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ കമാൻഡർ മാത്യു ആണ് മുംബൈയിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ മാത്യു, ഒരു അറബ് രാജ്യത്തിന് മേൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു, അപ്പോൾ അതിന് തിരിച്ചടി നൽകുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടിക്ക് ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കൻ താല്പര്യത്തിന് വഴങ്ങി നിൽക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ്. അതിനൊരു അത്തരമൊരു ആത്മധൈര്യത്തോടു കൂടിയുള്ള ഒരു തിരിച്ചടിക്കും ഒന്നിച്ചു നിൽപ്പിനുമൊക്കെ അറബ് രാജ്യങ്ങൾ തയ്യാറാകുമോ? നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായി നേരിട്ട് സംസാരിച്ചിട്ട്. ശരിയാണ്, കുറച്ച് ദിവസമായി വിളിച്ചിട്ട് പറഞ്ഞോളൂ. അപ്പം ഒരു ഹാപ്പി ഓണം. ഞാൻ നിങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഹാപ്പി ഓണം. ശരി, ഓക്കെ. എന്തായാലും നാട്ടിലെത്തിയെന്ന് പറഞ്ഞു. അടൂരല്ലേ വീട്? അടൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. അവധിയാണോ? അവധിയാണ്. ഇനി ഒരാഴ്ചയും കൂടെ അവധി എടുത്തിട്ടുണ്ട്. നാളെ ഞങ്ങൾ 82-84 ബാച്ചിന്റെ ഞങ്ങളുടെ ഓണം ആഘോഷിക്കുക. ഞങ്ങൾ ഇവിടെ 82-84 പ്രീ ഡിഗ്രി ബാച്ച്. ഏത് കോളേജിലാണ് പഠിച്ചത്? സെന്റ് ഫ്രീസ് കോളേജിന്റെ 2ാമത്തെ ബാച്ച്. ഏത് കോളേജിലാണ്? അടൂർ സെന്റ് ഫ്രീസ് കോളേജിന്റെ 2ാമത്തെ ബാച്ച്. ഓക്കെ. ശരി. ഈ വിഷയം ഞാൻ വളരെ ക്ലിയർ ആയിട്ടൊരു വിഷയം പറഞ്ഞു തരാം. ഈ അറബ് രാജ്യങ്ങൾ ഒരിക്കൽ പോലും ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടി ഒന്നിക്കില്ലെന്ന് പറയാൻ കാര്യം, അവർക്കൊരു അറബ് രാജ്യങ്ങൾ ഒരിക്കലും ഒന്നിക്കാത്തതിന് കാരണം വെച്ചാൽ അമേരിക്കയുടെ ഒരു ഹിഡൻ അജണ്ടയാണ് അറബ് രാജ്യങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുക എന്നുള്ളത്. ഞാൻ 18 വർഷം സൗദി അറേബ്യ ജോലി ചെയ്തൊരു മനുഷ്യനാണ്. അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഒരു കാരണവശാലും അറബ് രാജ്യം ഒന്നിക്കത്തുമില്ല. ഇവർ ഒന്നിച്ച് ഫൈറ്റ് ചെയ്ത് ഇസ്രായേലിനെ നശിപ്പിക്കത്തുമില്ല. അതിന് പകരം എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, ഇവർ ഇസ്രായേലിന് ഒരു പർട്ടിക്കുലർ ലക്ഷ്യമുണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിനെ തകർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഹമാസിന്റെ നേതാക്കന്മാർ ഖത്തറിൽ ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഖത്തറിനെ അടിക്കാൻ വന്നത്. കാര്യം ഖത്തർ ഈ അടുത്ത കാലത്ത് GCC എന്നൊക്കെ മാറി നിന്നിട്ട് ഖത്തർ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് അവർ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. കംപ്ലീറ്റ് അതർ GCC ആണെങ്കിൽ ഇവർക്കെതിരായിരുന്നു. ആ സമയത്ത് പോലും ഖത്തർ എന്ത് പറ്റി? ഖത്തർ സ്വന്തമായിട്ട് പാല് വരെ ഉൽപ്പാദിപ്പിച്ചാണ് മിഡിൽ ഈസ്റ്റിലെ ഒരു മാതൃകയാക്കിയത്. അപ്പൊ ഖത്തറിനെ ഈ ഇസ്രായേൽ ആക്രമിക്കാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് ഹമാസാണ്. പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപിന് ഒരു പ്രത്യേക ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട പൂർത്തീകരിക്കാൻ വേണ്ടി ഈ ഇസ്രായേലിനെ കരുവാക്കിക്കൊണ്ട്
ഇസ്രയേലിനെ കൊണ്ട് അടുപ്പിക്കുക. എന്ന് വെച്ചാൽ ഇസ്രയേലും മിഡിൽ ഈസ്റ്റും തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. കാര്യം ഇസ്രയേലുകാരും ഇവരുമായിട്ട് ഒരിക്കലും ഒന്നിക്കത്തില്ല. ഈവൻ നമുക്കാണെങ്കിൽ ഒരു നമുക്ക് മിഡിൽ ഈസ്റ്റിലെ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഇസ്രയേൽ വിസ പാസ്പോർട്ട് പോലും വിസ അടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവത്തിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ശത്രുവിന്റെ ശത്രുവാക്കി മിത്രത്തെ കൂടെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇതിനെ പിടിച്ചേക്കുന്നത്. ആരെ പിടിച്ചേക്കുന്നത്? ഇസ്രയേലിനെ. രണ്ടാമത് അമേരിക്ക നോക്കിക്കഴിഞ്ഞാൽ ഒരു 50% അവിടുത്തെ നാഷണാലിറ്റി പറയുന്ന ഇസ്രയേലുകാരാണ്. അപ്പൊ ആ ഇസ്രയേൽക്കാർ ആ നാഷണാലിറ്റി വരുമ്പോൾ എന്ത് പറ്റി? ട്രംപ് എപ്പോഴും ഇസ്രയേലിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ആയതുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് മാത്യു, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഖത്തറിന്റെ ആത്മാഭിമാനത്തിനുമേൽ വീണ ബോംബിന് പകരം ചോദിക്കാൻ അറബ് ലോകത്തിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയുമോ? കിരൺ സാർ നമസ്കാരം. നമസ്കാരം. ഈ ഇസ്രയേൽ ചെയ്യുന്നത് അവർക്ക് വലിയ ശക്തി ഉണ്ടെന്നാണെന്ന് പറയുന്നത് തെറ്റാണ് സാർ. ഹമാസ് എന്ന ഭീകരവാദികൾക്ക് അവിടെ സ്ഥാനം കൊടുത്തത് കൊണ്ടാണല്ലോ ഖത്തറിനെ അടിച്ചത്. അതെങ്ങനെയാണ്? ഇന്നലെയല്ല കഴിഞ്ഞ ദിവസവും താങ്കൾ ഇത് പറഞ്ഞു. ഒരു രാജ്യത്ത് ആർക്ക് അഭയം കൊടുക്കണം തീരുമാനിക്കുന്നത് ആ രാജ്യക്കാരല്ലേ, അല്ലാതെ ഇസ്രയേലുകാരാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെ ഭീകരവാദികൾ അവരെ ഉപദ്രവിച്ച ഭീകരവാദികൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിനൊരു നിയമമില്ലേ, ലോകത്തൊരു കോടതിയില്ലേ? GCC കൺട്രി എന്നിവർ ഒപ്പം നിർത്തട്ടെ. ഞാൻ ചോദിച്ചതല്ല, താങ്കൾ ന്യായീകരിക്കുന്നത് ആ രാജ്യത്ത് ഹമാസിന് ഇടം കൊടുത്താൽ ആ രാജ്യത്തെ കയറി അടിക്കുമെന്ന് പറയാൻ ഈ തെമ്മാടി രാജ്യം ആയിരിക്കണം ഇസ്രയേൽ, അല്ലെങ്കിൽ ഒരു മാന്യമായ രാജ്യമാണെങ്കിൽ അങ്ങനെ കയറി അടിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ സാർ, ലോകത്ത് ഇതല്ലാത്ത രാജ്യങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു രാജ്യം ഇവർക്ക് അനുകൂലമായിട്ട് എത്രയോ രാജ്യങ്ങൾ കയറി ഇസ്രയേൽ അടിക്കുന്നു, ദുർബലരായ രാജ്യങ്ങൾ കയറി അടിക്കുന്നു, ശേഷിയുള്ള രാജ്യങ്ങൾ കയറി ഇസ്രയേൽ അടിക്കില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ സാറിന്റെ അല്ല, അത് അങ്ങനെയല്ല. ഇപ്പൊ ചൈനയിലാണെങ്കിൽ കയറി അടിക്കുവോ? ചൈന ഹമാസിന്റെ ലീഡേഴ്സിന് അവിടെ ഇടം കൊടുത്തു കഴിഞ്ഞാൽ ചൈനയിലെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഒരു ചെറിയ ബോംബെങ്കിലും ഇടാനുള്ള ധൈര്യം ഇസ്രയേലിനുണ്ടോ? അവിടെ ചൈന അടിച്ചാൽ പിറ്റേ ദിവസം ഇസ്രയേൽ കാണില്ലെന്ന് ഇസ്രയേൽ അവിടെ അടിക്കില്ല. അത് ശക്തന്മാരുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കും, ദുർബലരുടെ മേൽ ശക്തി കാണിക്കും. ഇതാണ് ലോക്കൽ ഗുണ്ടകളൊക്കെ കാണിക്കുന്നത്. അത് തന്നെയല്ലേ ഇസ്രയേലും കാണിക്കുന്നത്. സാർ അങ്ങനെ ചെയ്താൽ ലോക രാജ്യങ്ങളിൽ ലോക ജനതയില്ലേ ഈ ഇസ്രയേലിനെതിരെ തിരിയാൻ? ലോക രാജ്യങ്ങൾ അമേരിക്ക കാണിക്കുന്ന വൃത്തികേടിനൊക്കെ ലോക രാജ്യങ്ങളെല്ലാം അതിനെതിരെ നിലപാടെടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞില്ല. അങ്ങനെ ഒന്നും നിലപാടെടുക്കുന്നില്ലല്ലോ പലരും. പല രാജ്യങ്ങളും അങ്ങനെ നിലപാടെടുക്കുന്നില്ല. എടുത്ത കാലമൊക്കെ ഉണ്ടായിരുന്നു. റഷ്യയൊക്കെ ശക്തിയായി നിന്ന കാലത്ത് അങ്ങനെ അമേരിക്കയുടെ ഹുങ്കിനെ അനുവദിച്ചിരുന്നില്ല. അത്തരം രാജ്യങ്ങളൊക്കെ ദുർബലമാകാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായി അമേരിക്കയുടെ ഹുങ്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞാൻ ഇസ്രയേൽ അടിച്ചിട്ട് അമേരിക്കയുടെ ഹുങ്കാന്ന് സാറെന്തിനാ വരുത്തി തീർക്കുന്നത്? ഇസ്രയേൽ അടിച്ച അമേരിക്ക അറിയാതെ ഇസ്രയേൽ അടിക്കുമോ? അമേരിക്കക്ക് അറിയാൻ സാറിന് ബോധ്യമുണ്ടോ? എനിക്ക് ബോധ്യം ഉണ്ടായില്ലേ. ഒരു കോമൺ ലോജിക്കില്ലേ, അമേരിക്കയുടെ സ്വന്തം സുഹൃത്തല്ലേ ഇസ്രയേൽ. ഈ ഖത്തർ ഗവൺമെന്റിന് വിശ്വാസമുണ്ടോ? അമേരിക്ക ഖത്തർ ഗവൺമെന്റിന് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളല്ലോ, ആ രാജ്യത്ത് വന്ന് അടിച്ചില്ലയോ എന്നുള്ളതല്ലേ ചോദ്യം. എന്നാൽ അവർ പറഞ്ഞത് ഭീകരവാദികൾക്ക് താവളം കൊടുക്കുന്നവർ അടിച്ചിരിക്കും. അതിനെന്ത് സംശയം? അത് നമ്മളെ രാജ്യത്ത് അത് ഗുണ്ടായിസമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഏത്? അത് ഗുണ്ടായിസമാണ് എന്നാണ് പറഞ്ഞത്. ഗുണ്ടായിസമൊന്നുമല്ല, ഗുണ്ടായിസമാണെന്ന് പറയുന്ന പേര് അല്ല, അല്ലാതെ മറ്റൊരു പേരാണ് പറയുന്നത്. അത് അവസാനിപ്പിക്കണം. അതിനായിട്ടുള്ള ഉത്തരവാദിത്തം ഇസ്രയേലിനെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ ആരും. ഇസ്രയേൽ ലോകത്ത് കാണിക്കുന്നത് ഈ ഹമാസ് ഒക്കെ കാണിച്ചതിന്റെ എത്രയോ കൊടും ഭീകരതയാണ് ഇസ്രയേൽ ലോകത്ത് ആകമാനം കാണിച്ചിട്ടുള്ളത്. സാർ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ GCC രാജ്യങ്ങൾ ഇവർ ഒന്നിച്ചു നിൽക്കുമോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ ഖത്തറിന് മേൽ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു? താങ്കൾ ആ നിലപാടെങ്കിലും യോജിക്കുമെന്ന് അറിയണമല്ലോ. ഇന്ത്യയുടെ നിലപാട് ആക്രമണം തെറ്റ് തന്നെയാണ് ആണല്ലോ, ഇന്ത്യയുടെ നിലപാട് അതാണല്ലോ. അപ്പൊ താങ്കൾ മിനിമം ആ നിലപാടെങ്കിലും യോജിക്കൂ. താങ്കളെ രാഷ്ട്രീയ പാർട്ടി തന്നെയല്ലേ ഭരിക്കുന്നത്. ആ പാർട്ടിയുടെ അധികാരമുള്ളവർ എടുക്കുന്ന ആ നിലപാടെങ്കിലും താങ്കൾ അംഗീകരിക്കും. താങ്കൾ അങ്ങനെ വല്ലാതെ ന്യായീകരിക്കാൻ നിൽക്കാതെ, എല്ലാം സ്ഥിരമായി താങ്കൾ ആ ന്യായീകരണമായി വരുന്ന ആളാണല്ലോ. ഭീകരവാദത്തിന് താവളം ഏതോ ഭീകരവാദം ഒരു രാജ്യത്ത് കയറി അടിച്ചിട്ട് ഭീകരവാദം എന്ന് പറഞ്ഞാൽ മതിയോ? അടിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതാ താങ്കളുടെ മാനസികാവസ്ഥയുടെ പ്രശ്നം കൂടി ആയിരിക്കും അത്. അങ്ങനെയുള്ളവർക്ക് ഒരു തെമ്മാടിയുടെ കൂടെ നിൽക്കാം, ഒരു പ്രശ്നമില്ല, ഗുണ്ടയുടെ കൂടെ നിൽക്കാം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. GCC കൺട്രി ഈ തീരുമാനത്തിൽ ഒന്നിച്ച് GCC കൺട്രി ഒന്നും യോജിച്ച് നിൽക്കില്ല. പല രാജ്യങ്ങൾക്കും അമേരിക്കൻ താല്പര്യം വലുതാണ്. അവരൊന്നും യോജിച്ച് നിൽക്കില്ല. അതുകൊണ്ടല്ലേ അവർക്ക് ഈ അടിയൊക്കെ കിട്ടുന്നത്. ഒരു ന്യായം അവരെ വശത്തുള്ളത് കൊണ്ടല്ല ലോകരാജ്യങ്ങൾ മുഴുവൻ ഒന്നിക്കും. ശരി, ഓക്കെ. ലോകരാജ്യങ്ങൾ മുഴുവൻ ഒന്നിക്കുന്നതൊക്കെ ഏത് കാലത്താണ് എന്നുള്ളത് കാണാം. ശരി ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? ഈ പ്രധാനപ്പെട്ട ചോദ്യം ബാലകൃഷ്ണനെ പോലുള്ളവരടക്കം ഉന്നയിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, ഈ GCC രാജ്യങ്ങൾ ഇക്കാര്യത്തിലെങ്കിലും യോജിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. നമസ്കാരം സാറേ. നമസ്കാരം. അദ്ദേഹം കുറെ പറഞ്ഞു. ആ പറഞ്ഞതിൽ അദ്ദേഹം സ്ഥിരം പറയുന്ന ആ കാര്യം
വർഗീയമായിട്ടുള്ള കുറച്ച് അത് മറണം. അത് വളരെയധികം തമ്മാടികളാ മറ്റേ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞു, ഇസ്രായേൽ നല്ലോലാണെന്നും പറഞ്ഞു. പക്ഷെ മറ്റവരെ സംബന്ധിച്ചും പറയാണ്ട്, ഈ അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും പറയാണ്ട്, ഇപ്പൊ ഈയിടെ അടുത്ത് ഒരു മാസം ആയിട്ടുള്ളൂ ഇറ്റാമിൻ ബെൻ ഗീർ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയും അദ്ദേഹത്തിന്റെ ഒപ്പം കുറെ ഗുണ്ടകളും ചേർന്നിട്ട് മസ്ജിദിൽ അക്സിയിൽ കയറിയിട്ട് ബാളുണ്ടാക്കി അവിടെ വെച്ച് ബാളൊക്കെ നടത്തിയിട്ട് പോയി കുറെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി പോയതായിട്ട് പത്രത്തിൽ കണ്ടു. ഒരു ചെറുവിരൽ അനക്കാൻ ഇതുവരെ ഒരു അറബ് രാജ്യവും ഇതേവരെ മുതിർന്നിട്ടില്ല, ഇന്നേരം വരെ. പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യക്കാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ എന്നൊക്കെ പറയും. ഇപ്പൊ ഇന്നലെ ഇവിടെ CPM-ന്റെ നേതൃത്വത്തിൽ വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, പ്രകടനം മറ്റും മറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അവര് ചെയ്യാന്നല്ലാതെ ഇവിടെ വേറുള്ളവരാരും അതിന് മുൻപോട്ട് വരുന്നില്ല. ഇവിടെ പണ്ട് ബാബരി പൊളിച്ചു, അത് പൊളിച്ചു, അവിടെ കുറച്ച് സ്ഥലം കൊടുത്തു, അത് മതി എന്ന് വെക്കണ മാതിരി ഈ അറബ് രാഷ്ട്രങ്ങളെ വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ മുഹമ്മദ്. ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അറബ് ഉച്ചകോടിയൊക്കെ വിളിച്ച് ഞങ്ങൾ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നിൽക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു യോജിച്ച് നിൽപ്പിന്, അങ്ങനെ ഒരു തിരിച്ചടിക്ക് പോയിട്ട് അങ്ങനെ ഒരു ചെറുത്തു നിൽപ്പിനെങ്കിലും ഈ അറബ് രാജ്യങ്ങൾ അങ്ങനെ ഒരു യോജിപ്പിന് തയ്യാറാവാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യത എനിക്ക് കാണുന്നില്ല. കാരണം അമേരിക്കയെ വിശ്വസിച്ചവന്റെ ഒക്കെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, താങ്കൾക്കും അറിയാം. അമേരിക്ക ഇപ്പുറത്ത് നേവൽ ബേസോ പല താവളങ്ങളും തുറക്കും, ഇപ്പുറത്ത് കൂടി തല്ലി വിറ്റാണെങ്കിൽ ഉടനെ തല്ലൊക്കെ കൈയേച്ചു വന്നിട്ട് പറയും ഇതൊക്കെ ഞാനാ തീർത്തു. നമ്മുടെ പാകിസ്ഥാനില് നമ്മളെ ആ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഞാൻ കേട്ടതാണ് കേട്ടോ, ആർമി ചില അറിയാവുന്ന വ്യക്തികളുടെ അടുത്തുനിന്ന് ഒരു നൂർഖാൻ എയർബേസ് എന്തോ ഒരു സംഭവമുണ്ട്. അവിടേക്ക് പാകിസ്ഥാൻകാരെ വരെ അടുപ്പിച്ചില്ല. അതിന്റെ വസ്ത്രം കംപ്ലീറ്റ് അവരാ നോക്കിയിരുന്നു, അവരുടെ താല്പര്യമുള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാന് അവർക്ക് പറയാൻ പാടില്ലായിരുന്നു പാകിസ്ഥാന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യരുത്, ഇത് ശരിയല്ല, നിങ്ങൾ ഇതൊന്നും ഇന്ത്യയുടെ തിരിച്ചടിക്കുന്നു. അതുപോലെ രാജ്യങ്ങളൊന്നും ഇവരെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. യാസർ അറാഫത്ത് അദ്ദേഹം എത്രയോ ഡീസന്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ്, തീവ്രവാദിയൊന്നും. കാരണം ഇപ്പൊ ഞാൻ ഇവരെ ഹമാസിനെ എതിർക്കുന്നു എന്ന് വെച്ചിട്ട് അറാഫത്തിനെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സ്മാരകം തന്നെ ഞാൻ കണ്ടിരുന്നു ആ ഒരു TV-യില്. അപ്പോ അറാഫത്തിരിക്കുന്ന സമയത്ത് ഈ ഇവരെല്ലാം കൂടി മര്യാദയ്ക്ക് വഹിച്ചിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നെഗോസിയേഷനിൽ കൂടി ഇസ്രായേലിന്റെ അടുത്ത് ഇത്രയും രക്തക്കളവ് പിഞ്ചു കുഞ്ഞുങ്ങൾ കത്തി കിടക്കേണ്ട നിലയൊന്നും ഇല്ലാതെ യോജിക്കായിരുന്നു. അതിന് പകരം അമേരിക്ക സ്വിച്ച് ചെയ്യുമ്പോൾ ആ സ്വിച്ചിൽ പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും, കുറെ കഴിയുമ്പോൾ ഇതാവും. പിന്നെ ഖത്തർ പോലെ സൈനിക യാതൊരു ശക്തിയില്ലാത്തൊരു സ്ഥലമാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കാരണം എന്റെ കൂട്ടുകാരൊക്കെ അവിടെ കുറച്ചേരെ കൂട്ടുകാരുടെ മക്കളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഓൺലി ഡെവലപ്മെന്റിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഡയറി ഡെവലപ്മെന്റ് അതുപോലെയുള്ള പല കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ ആയിട്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ഡേവിഡ് വിജയ്. നമുക്ക് ദാസനാണ് കണ്ണൂരിൽ നിന്നും. ദാസനിലേക്ക് പോകുമ്പോൾ നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അതിൽ യൂട്യൂബ് കമൻറ്റിൽ ടോമി പൂവത്ത് ദേവസ്യ പറയുന്നു, സ്വപ്നം കാണും പെണ്ണെ എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇസ്രയേലിനെതിരെ അടിക്കുമോ അറബ് ലോകം എന്ന് ചോദിച്ച ആ ചോദ്യത്തിനാണ് തോന്നുന്നു അങ്ങനെ ഉത്തരം എഴുതിയേക്കുന്നത്. ഒട്ടകത്തിൻ്റെ ഇറച്ചി മാന്തി തിന്നാനല്ലാതെ അറബികൾക്ക് എന്തിനു കഴിയുമെന്ന് ശ്രീജിഷ് ചോദിക്കുന്നു. ശ്രീജിഷ്, അങ്ങനെ അല്ല, അറബ് ലോകം ഇന്ത്യക്ക് അടക്കം പ്രധാനപ്പെട്ട നമ്മുടെ സാമ്പത്തിക നിലയെ മെച്ചപ്പെടുന്നതിലടക്കം പ്രധാനപ്പെട്ട ഒരു നാടുകൂടിയാണ്. അറബ് ലോകത്ത് നിന്നുള്ള വരുമാനം നമ്മുടെ സാമ്പത്തിക നിലയൊക്കെ വളരെ തോതിൽ സഹായിക്കുന്നത് കൂടിയാണ്. അവരെ അത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ശ്രീ ഷിജീഷ്. ഷിജു കുര്യത്ത്, നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ചോദിക്കും. ജയകുമാർ, നമസ്കാരം. ഇസ്രയേലിനെ കൊണ്ട് ആദ്യം ട്രംപ് അടുപ്പിക്കും, പിന്നെ സമാധാനം ഉണ്ടാക്കിയത് ഞാനാണെന്ന് പറയും. അത് വളരെ ശരിയാണ് ജയകുമാർ പറഞ്ഞത്. ട്രംപ് പലപ്പോഴും അങ്ങനെയാണ്, ഒരാളെ കൊണ്ട് അടുപ്പിക്കുകയും ഞാൻ പിന്നീട് സമാധാനം ഉണ്ടാക്കി എന്ന് പറയും. എവിടെ സമാധാനം ഉണ്ടായാലും പറയും ഞാനാണത് ഉണ്ടാക്കിയത് എന്നുള്ളത്. ശാന്തി ബാബുരാജ് പറയുന്നു, കിരൺ നമസ്കാരം. വൈസ് മനു എന്ന് പറയുന്നു. മനു ഒരാഴ്ച അടിയന്തരമായ വീട്ടിലെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവധിയിലാണ്. മനു നാളെ എത്തും, മടങ്ങി. രാജേഷ് പി ഇപ്പോൾ പൊട്ടും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ റഫ കൃഷ്ണൻ പറയുന്നു ഇസ്രയേൽ ആൺകുട്ടികൾ എന്നൊക്കെ പറയുന്നു. മറ്റു രാജ്യത്ത് കയറി അടിച്ചതിനാണോ ഈ ആൺകുട്ടികൾ എന്നൊക്കെ പറയുന്നത്? ആൺകുട്ടി പെൺകുട്ടി ആ കാലമൊക്കെ കഴിഞ്ഞു. പെൺകുട്ടികളുമെല്ലാം ഒരേപോലെ തന്നെയാണ്. ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു അധികമായ എന്തെങ്കിലും പ്രത്യേകതയൊന്നുമില്ല. ശ്രീ റഫ. ജയകുമാറാണ് ഇന്ത്യയെ അടിക്കുമോ എന്ന് ചോദിക്കാത്തത് എന്തേ? ഇന്ത്യ ദുർബൽ രാജ്യമാണോ എന്ന് ചോദിക്കുന്നു ജയകുമാർ.
ഇന്ത്യ അടിക്കുമെന്ന് എന്തിനാണ് ചോദിക്കേണ്ട കാര്യം? ഇന്നലെ ഈ എനിക്കൊന്ന് ചൈന അടിക്കാൻ ധൈര്യം കാണിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും ഞാൻ ഇന്നലെ ഇന്ത്യ അടിക്കുമോ എന്നും ചൈന അടിക്കുമോ എന്നും ഒക്കെ ചോദിച്ചിരുന്നു. ഇന്ത്യക്കാൾ കുറേ കൂടി സായുധമായി ശക്തിയുള്ള ശേഷിയുള്ള രാജ്യമാണ് ചൈന. അതുകൊണ്ടാണ് ചൈന അടിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഈ പുറത്ത് അറബ് പക്ഷത്തുമൊക്കെ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്, അല്ലെങ്കിൽ ഇസ്രയേലിനെതിരായ നിലപാട് പരസ്യമായി സ്വീകരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ടാണ് ചൈനയുടെ പേര് തന്നെ കൃത്യമായി ചോദിച്ചത്. തേങ്ങ ഉടക്കി സ്വാമി എന്നൊക്കെ പറയുന്നു. എന്തായാലും സെബാസ്റ്റ്യൻ സിയെ പറയുന്നു കിരൺ കൊള്ളാമെന്ന്. നല്ല അർത്ഥത്തിലാണോ ചീത്ത അർത്ഥത്തിലാണോ എന്നറിയില്ല, എന്തായാലും അങ്ങനെ അദ്ദേഹം പറയുന്നു. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കിരൺ ബാബു, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഒരു മാനം ഇതിനുണ്ട്. എന്റെ വിശ്വാസം, എന്റെ അഭിപ്രായത്തിൽ ഇതൊരു വർഗീയ കലാപമാണ്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഈ സാമ്രാജ്യമൊക്കെ നമ്മളുടെ യുദ്ധം നല്ലത് ഇതൊരു വർഗീയ കലാപമാണ്. ഇപ്പൊ അറബ് രാജ്യങ്ങളല്ല, ഇന്ത്യയിൽ 20 കോടി മുസ്ലിങ്ങളും കൂടെ അറബിയായിട്ട് കൂടെ കൂടിയാൽ പോലും ഈ ഇസ്രായേലിനും അമേരിക്കനും ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഇതുവരും വൻ രാഷ്ട്രങ്ങളൊക്കെ ഇവര് പിന്നിലുണ്ട്. ഇത് നിസ്സാര കളിയല്ല. എങ്കിൽ നോക്കിക്കോ, ഒരു 10, 15, 20 കൊല്ലം കഴിയുമ്പം ഈ ഇന്ത്യയിലല്ല അന്തർദേശീയ തലത്തിൽ തന്നെ 2 ചേരികളുണ്ടാവും, മുസ്ലിങ്ങളും മുസ്ലിം വിരുദ്ധരും. അത് എന്റെ നിരീക്ഷണമാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഇതിപ്പോ ഇവർക്കെല്ലാം ഭ്രാന്താണ്. ശ്രീദാസൻ, മുസ്ലിം രാജ്യങ്ങളും ക്രിസ്ത്യൻ രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ ഒരു പലതരത്തിലുള്ള ഭിന്നത അത് ഇപ്പോഴേ തുടങ്ങിയതല്ല, എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അത് പലതരത്തിൽ തുടരുന്നുണ്ട്. പക്ഷേ ഈ അത്തരം മതപരമായ ഭിന്നതയ്ക്കൊക്കെ അപ്പുറമാണ് സാമ്പത്തിക താല്പര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. സാമ്പത്തിക താല്പര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ജൂത ജനത ഏത് വിഭാഗമാണെന്നും അമേരിക്കയിൽ ഉള്ള ഒരു ഭൂരിപക്ഷം പേരും ഏത് വിഭാഗത്തിലുള്ളതാണെന്നും അറിയാമല്ലോ. അങ്ങനെ അത് സാമ്പത്തികമായി മെച്ചപ്പെട്ട് നിൽക്കുന്ന ശേഷിയുള്ളവർക്ക് അങ്ങനെ മതവും ജാതിയും ഒന്നുമില്ല. അവിടെ അവര് പല കാരണം പറഞ്ഞ് ഒന്നിക്കും. ശേഷിയില്ലാത്തവരുടെ മുന്നിലാണ് ഈ മതവും ജാതിയും ഒക്കെ പറയുന്നത്. അല്ല, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നിച്ചേക്കുന്നവരെ ബദ്ധവൈരികളാണ്. പക്ഷെ ഇപ്പൊ അല്ല, അതാ ഞാൻ പറഞ്ഞത്. ജൂതന്മാരും, ഞാനത് കുറെ കൂടി വിശാലമായി പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബദ്ധവൈരികളും ആയിട്ടൊക്കെ സങ്കല്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചരിത്രത്തിലായിരുന്നവർ ഇപ്പോൾ യോജിക്കുന്നതിന്റെ കാരണം ഈ മതമല്ല. അവിടെയൊക്കെ മതത്തിനേക്കാൾ മേൽ നിൽക്കുന്ന സാമ്പത്തിക ശേഷി, മതത്തെക്കാൾ മേൽ നിൽക്കുന്ന സൈനിക ശേഷിയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് തമ്മിൽ ഈ മതവും ജാതിയും ഒന്നും വിഷയമല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കിരൺ ബാബു. ഇപ്പൊ ഇതിന്റെ അവസാന നാള് അടുത്തുപോയി. ഇത് ഏറെക്കുറെ ഇതിന്റെ അവസാനത്തേക്ക് നമ്മൾ പോകുന്നത്. കാര്യം യുവന്മാരെല്ലാം തലക്ക് മതം പിടിച്ചിട്ട് എല്ലാത്തിനും ഭ്രാന്തായി പോയി. ഈ നാട് തകരാൻ പോവാ, നശിക്കാൻ പോവാ. നമ്മൾ ചിന്തിക്കുന്നവർക്ക് നല്ല ഇവര് 2 കൂട്ടരും. ഇപ്പൊ ഒരു കൂട്ടർ ആൾക്കാർ അള്ളാന്റെ രാജ്യം ഉണ്ടാക്കുന്ന വരുമ്പോട്ട് നടക്കുന്നത്, അതിന് വിടൂലാണ് മറ്റേവര്. അവരെ കൂടെയാണ് ഇന്ത്യക്കാർ നിൽക്കുക. ഏത് അള്ളാന്റെ രാജ്യം ഉണ്ടാക്കാൻ വിടൂലെന്നുള്ള ആ പക്ഷത്തായിരിക്കും ഇന്ത്യ നിൽക്കുക. ഈ അവസ്ഥകൾ പോലും ഞാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ശരി, എനിക്കറിയാം ഇത്തരം കാര്യങ്ങളിലൊക്കെ അതിശക്തമായ നിലപാടുള്ള ആൾ തന്നെയാണ് ശ്രീദാസൻ എന്നറിയാം. മതത്തിന്റെ ഇത്തരം ദുഷ്ചെയ്തികൾക്കെതിരെയൊക്കെ മതം വർഗീയതയാക്കിക്കൊണ്ട് ആളുകളെ തമ്മിലടിപ്പിക്കുന്നതിനെതിരെയൊക്കെ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് എന്നതുകൂടി അറിയാം. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അറബ് ലോകത്തിന് അവർക്ക് ഏറ്റവും ഒരു തിരിച്ചടിക്ക് യോജിച്ചു നിന്ന് ഒരു മറുപടി കൊടുക്കാൻ കഴിയുമോ? നമസ്കാരം സാർ. നമസ്കാരം. ഇത്തരം വിഷയങ്ങൾ വളരെ സങ്കീർണമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കിപ്പോ ഈ ഫോണിൽ കൂടെ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട് ശരിയല്ല. പിന്നെ എല്ലാ GCC രാജ്യങ്ങളും ഒരു 35 വർഷം മുമ്പുള്ള GCC രാജ്യങ്ങളല്ല ഇന്ന്. അവരുടെ അന്നത്തെ നിലപാട് ചിന്തകളും അല്ല ഇന്ന് അവരൊക്കെ GCC രാജ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു വെസ്റ്റേൺ തലത്തിലേക്കാണ്, അതായത് ആധുനികമായിട്ട് അവർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരപ്പോൾ ഈ സങ്കുചിതമായ ചിന്തകളൊക്കെ അവർ വെടിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിച്ച് കുറേശ്ശെ അങ്ങനെ വരുന്ന ഒരു രാജ്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും. പല കാര്യങ്ങളിലും അവിടുത്തെ നിലപാടുകൾ പലതും അവർ പുരോഗമനമായിട്ട് ചിന്തിക്കുന്നു. അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി. അപ്പൊ നമ്മളൊരു 35 വർഷം മുമ്പുള്ള GCC എന്ന് പറഞ്ഞ രീതിയിൽ നിന്ന് അവർ സംഘടിച്ച് ഒരു പോകുന്ന അവരെ വിവേകം നയിക്കും. അവരിപ്പോ ചർച്ചയൊക്കെ നടത്തും, ഒക്കെ ശരിയാണ്. പിന്നെ ഈ ചർച്ചയിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് പരിഗണിക്കാതെ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ഈ സൈനിക താവളങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഈ നിക്കോഗാർഷ്യ അല്ലെങ്കിൽ അതുപോലെ ഖത്തറിന് സൗദിയിൽ എല്ലായിടത്തും ഉണ്ട്, പാകിസ്ഥാനിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഈ ആ യുദ്ധം ആ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇവർ തീരുമാനം എടുക്കില്ല. പക്ഷെ നയതന്ത്രപരമായിട്ട് ഒരു യോജിപ്പും ഒരു ശക്തിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉപദ്രവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ, ഉപദ്രവിച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ, പാടില്ലല്ലോ. അപ്പൊ അതിനുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി അമേരിക്കയുടെ ഒരു മധ്യസ്ഥയും ഒരു നിർദ്ദേശമൊക്കെ വന്ന് ഇരു കൂട്ടർക്കും
ഇസ്രായേലിനും കൊടുക്കും, ഗൾഫ് ശരി, രാഷ്ട്രങ്ങൾക്കും കൊടുക്കും. എന്നാൽ അങ്ങനെ മിക്കവാറും പോകാനാണ് സാധ്യത. ശ്രീ പ്രസന്നൻ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കാനാണ് കൂടുതൽ സാധ്യത. വിശകലന വിദഗ്ധരുമൊക്കെ ആ തരത്തിലേക്കാണ് പറയുന്നത്. ശ്രീ ബിനോയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ ആത്മാഭിമാനത്തിന് ഏറ്റവും ഒരു മുറിവ് കൂടിയാണ് യഥാർത്ഥത്തിൽ. അമേരിക്കയ്ക്ക് സൈനിക താവളം നൽകിയിട്ട് പോലും ആ രാജ്യത്തിന്മേൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ഇപ്പോൾ അവർ ഒരു ഉച്ചകോടി നടത്തി തിരിച്ച് വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി അങ്ങനെ ഒരു പ്രാവർത്തികമാക്കാൻ അവർ കഴിയുമോ? അല്ല, നമസ്കാരം കിരൺ ബാബു. നമസ്കാരം. ഇത് ഈ ഇസ്രായേല് ലോകത്തെ ഒരു മിനിറ്റ്സും ഒരു നയതന്ത്രവും അംഗീകരിക്കാത്ത ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഇസ്രായേലിന് ആ പിന്തുണ മൊത്തം കൊടുക്കുന്നത് അമേരിക്കയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലൊക്കെ നോക്കി തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഈ അമേരിക്ക ഈ ഇസ്രായേല് ഖത്തറിനെ അടിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയെ പ്രസിഡന്റിനോടും അമേരിക്കൻ യുദ്ധ നയതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് സൂചിപ്പിച്ചിരുന്നു, ഞാൻ ഖത്തറിനെ ഒന്ന് ചെറിയൊന്ന് ആക്രമിക്കാൻ പോവുകയാണെന്ന്. പക്ഷെ അപ്പൊ തന്നെ അമേരിക്കയ്ക്ക് അത് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ ട്രംപ് അതൊന്നും ട്രംപ് ഒരു കാര്യം ഉറപ്പായിട്ട് ആലോചിക്കേണ്ടത്, ഏകദേശം 35,000 പട്ടാളക്കാര് ഈ 5 രാജ്യങ്ങളിലായി കിടക്കുന്നുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, UAE ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലും അമേരിക്ക ആലോചിക്കാതെ അവിടെ ബോംബിട്ടാലോ മിസൈൽ ഇട്ടാലോ അവിടെ ഏക്കുന്നത് അമേരിക്കയിലുള്ള സൈനികരാണ് അവിടെ ഉള്ളത്. അതുപോലും ചിന്തിക്കാത്ത ആളാണ് സത്യത്തിൽ ട്രംപ്. പക്ഷെ നിങ്ങളെ അമേരിക്കൻ സൈനികരെ ഒന്നും സുരക്ഷിതരാക്കി നിർത്തിക്കൊണ്ടൊക്കെ തന്നെയാണ് ഇവരാരും അറിയാതെയൊന്നും അല്ലല്ലോ ഈ ബോംബിടുന്നൊന്നും. അതുകൊണ്ട് അവരെ ഏത് സ്ഥലത്താണുള്ളതെന്നും ആ സ്ഥലത്ത് ഇടാതിരിക്കാനും മറ്റുള്ള സ്ഥലത്ത് ഇടാനും ഒക്കെ അറിയുന്ന ആളുകളൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക അമേരിക്കയ്ക്കില്ല. അല്ല കിരണേ, ഉണ്ട ചോറിനോട് ഒരു നന്ദി കാണിക്കുന്ന ഒരു അല്ല, അത് വേണമെങ്കിൽ പറയാം. അത് വേണമെങ്കിൽ പറയാം. അമേരിക്കയുടെ അല്ല, അഭയം നൽകിയവർക്ക് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ മിണ്ടാതിരുന്നവരാണ് അമേരിക്ക. അതുകൊണ്ട് ആ ഒരു ഇത് ഞാനിപ്പോ ഓരോ സ്ഥലത്ത് ലിസ്റ്റ് എടുക്കുകയായിരുന്നു. സൗദി അറേബ്യയിൽ 2,500-ഓളം അമേരിക്കൻ പട്ടാളക്കാർ വർഷങ്ങൾ കൊണ്ട് കിടക്കുന്നത്. അതായത് ഈ ബഹ്റിനിൽ 8,500 പേരുണ്ട്. അത് കണക്കിന് കുവൈറ്റിൽ 13,500 ആളുകളുണ്ട്. ഖത്തറിൽ 10,000 പട്ടാളക്കാര് അമേരിക്കക്കാർ അവിടെ കിടക്കുന്നുണ്ട്. കൃത്യമായി എല്ലാ മാസവും പൈസ അമേരിക്കയിൽ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ ട്രംപും ഈ ഇസ്രായേലൊക്കെ യുദ്ധക്കൊതിയന്മാരായി മാറുമ്പം നമുക്കൊരു വിഷമമുണ്ട്. പക്ഷെ നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ 35 വർഷത്തിന് മുമ്പുള്ള GCC രാജ്യമല്ല ഇന്നത്തെ GCCകൾ. അവരും ഒരു യുദ്ധത്തിനൊന്നും വന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ 6 രാജ്യങ്ങളും സത്യത്തിൽ ഒരു യുദ്ധപരമായിട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ അവർ ഈ 5 പേരും ഈ 6 GCCയും കൂടി ചേർന്നാൽ സത്യത്തിൽ ഇസ്രായേലിനെ അടിച്ചാൽ ഇസ്രായേൽ തീരാവുന്നുള്ളൂ. പക്ഷെ യുദ്ധം ലോകത്തൊന്നിനും ഒരു പരിഹാരമില്ല. ഞാനെപ്പോഴും യുദ്ധം ഈ ലോകത്തിന് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരാളാണ്. സമാധാനത്തിലൂടെ നമുക്കെല്ലാം നിറവേറാമെന്ന് പറയുന്ന ആളാണ്. പക്ഷേ സ്വാഭാവികമായും ബിനോയ്, അങ്ങനെ ആ 6 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് ഇസ്രായേലിനെ പോലെ ഒരു രാജ്യത്തെ നേരിടാനൊക്കെ കഴിയും. ആയുധശേഷി കൊണ്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ ഓൾറെഡി തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇവരുമായിട്ടുള്ള ബന്ധമൊക്കെ കഴിയും. പക്ഷേ ആ യോജിച്ച് നിൽക്കാനെങ്കിലും കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ, ഈ രാജ്യത്തെ ഭരണാധികാരികൾക്കെല്ലാം തന്നെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം അത്രത്തോളം ദൃഢമായ ബന്ധമാണ്, അത്രത്തോളം സാമ്പത്തിക താല്പര്യങ്ങൾ ഈ രാജ്യത്തിൻ്റെയൊക്കെ ഭരണാധികാരികൾക്കുണ്ട് അമേരിക്കയുമായി, അല്ലെങ്കിൽ ആ രാജ്യങ്ങൾക്ക് തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ സാധ്യമാകുമോ? അല്ല, അതുണ്ട് കിരൺ. അതല്ല ഞാൻ പറഞ്ഞത്. ഈ അമേരിക്കയാണ് ഇത് മെയിനായിട്ട് ഇസ്രായേലിനെ കൊണ്ട് കിരൺ തന്നെ അറിയാം. കിരൺ ഒരു മാധ്യമ പ്രവർത്തകൻ എല്ലായിടത്തും പോകുന്നില്ല. പക്ഷെ അമേരിക്കയുടെ ഒരു തന്ത്രമാണ് ഇസ്രായേലിന്റെ അടുത്ത് പറയും അടിച്ചോ കുഴപ്പമില്ല നമ്മൾ, എന്നിട്ട് അവരുടെ സൈന്യങ്ങളെ കൊണ്ടുവന്നിപ്പോ 10,000 ഖത്തറിലുള്ളിടത്ത് ഇപ്പൊ ഇന്നലെയൊക്കെ സംസാരം നടക്കുന്നുണ്ടായിരിക്കും. 25,000 സൈന്യം അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യും. അപ്പൊ അത് അമേരിക്കയ്ക്ക് ഇതൊരു കച്ചവടമായിട്ടാണ് നോക്കുന്നത്. ഈ GCC രാജ്യങ്ങൾ മൊത്തം ഈ അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ. ജോസഫാണ് എറണാകുളത്ത് നിന്നും. ജോസഫിലേക്ക് പോകും മുമ്പ് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നമുക്ക് യൂട്യൂബ് കമന്റുകൾ. പ്രാഡ് എ എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയേക്കുന്നത്. മറ്റു രാജ്യങ്ങൾ കയറി അടിച്ചു, അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ അടിച്ചത് തെറ്റായി പോയോ മിസ്റ്റർ? ഒപ്പം അമേരിക്കയെ ഒളിപ്പിച്ച ഖത്തറിനെ ഇറാൻ അടിച്ചപ്പോൾ സോവർണിറ്റി എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനിൽ കയറി അടിച്ചതെന്തിനാണ്? പാകിസ്ഥാൻ ഇന്ത്യയെ അതിനു മുമ്പ് ഇന്ത്യയിലേക്ക് ഇവിടെ കടന്ന് നമ്മുടെ മണ്ണിൽ കയറി തീവ്രവാദ പ്രവർത്തനം നടത്തി ഇന്ത്യക്കാരെ കൊലപ്പെടുത്തി. അപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു. അതുപോലെ ഖത്തർ ഏതെങ്കിലും ഇസ്രയേലിൻ്റെ മണ്ണിൽ കയറി അവിടെ ഏതെങ്കിലും തരത്തിൽ കുഴപ്പം കാണിക്കുകയോ വല്ലതും ചെയ്തോ? എങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെയൊക്കെ ഒരു കമ്പാരിസൺ ഉണ്ടാക്കാൻ കഴിയുന്നത്? ഈ ഒരു കൂട്ടരെ അനുകൂലിക്കുന്നതിൻ്റെ പേരിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊരു കോമൺ ലോജിക്ക് വേണ്ടേ? ശ്രീ പ്രാഡ്
സ്മിജി ഒ പി പറയുന്നു അവർ ശക്തരാണ്, കൂടാതെ അവർ മറ്റു രാജ്യങ്ങൾ അവരുടെ രാജ്യം അവർക്ക് വലുതാണ് എന്ന് പറയുന്നു. ശക്തരാണ് എന്ന് പറയുന്നത് അവരുടെ രാജ്യങ്ങൾ അവർക്ക് വലുതുപോലെ മറ്റുള്ളവർക്കും അവരുടെ രാജ്യങ്ങളൊക്കെ വലുതാണ്. ശ്രീ സ്മിജി ജയകുമാർ സാർ പറഞ്ഞത് ശരി തന്നെ. ഇന്നലെ അങ്ങനെ ചോദിച്ചിരുന്നു എന്നുള്ളത് നേരത്തെ ഈ ഇന്ത്യയുടെയും ചൈനയുടെയും കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതിൻ്റെ വിഷയമാണെന്ന് തോന്നുന്നു. അനിൽ വർഗീസ്, തീവ്രവാദത്തെ ഒരു തരത്തിലും സഹായിക്കാൻ പാടില്ല എന്ന UN നിയമത്തെ ഖത്തർ നിരന്തരം ലംഘിക്കുന്നതിനെ പറ്റി എന്ത് പറയുന്നു? അങ്ങനെ തീവ്രവാദത്തെ സഹായിക്കാൻ പാടില്ല എന്ന നിയമം ഖത്തർ ലംഘിക്കുന്നുവെങ്കിൽ ലോക കോടതിയും ലോകത്ത് ഐക്യരാഷ്ട്രസഭയും ഒക്കെ ഉണ്ട്, പല സംവിധാനങ്ങളുണ്ട്, അതൊക്കെ പരിശോധിക്കാനും ചെയ്യാനും ഒക്കെ. അല്ലാതെ അവിടെ കയറി ബോംബിടുക എന്നുള്ളതല്ല ശ്രീ അനിൽ വർഗീസ് അതിനുള്ള മറുപടി. മനുസാറിന് വീട് പണിയോ മറ്റാണോ? അല്ല, ചില വീട്ടിലെ മറ്റു ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോയതാണ്. എന്നാൽ പിന്നെ 6 പേരും കൂടി അങ്ങ് തീർക്കൂ, തേങ്ങ ഉടയ്ക്കു സ്വാമി എന്നൊക്കെ പറയുന്നു. പ്രാഡ് എ ആണ് പറയുന്നത്. ദുർബലരായ ആളുകൾക്ക് കഴിയുന്നില്ല എന്ന് കരുതി അവരുടെ മേൽ മറ്റ് ശക്തരൊക്കെ കയറി ആക്രമിക്കുമ്പോൾ എന്നാൽ ദുർബലിന് നിങ്ങൾ തിരിച്ചടിച്ചോളൂ എന്ന് പറയുന്ന പോലെയല്ല. ആരുടെ ഭാഗത്താണോ ന്യായം, ആരുടെ ഭാഗത്താണോ നീതി, അതിനൊപ്പം നിൽക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ ഒരു ചിന്തിക്കുന്ന മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമാണ്. അപ്പോൾ ഇസ്രയേലിനെ ആക്രമിക്കുന്ന ഹമാസിനെ ഒളിപ്പിച്ചാൽ മിണ്ടാതിരിക്കണം, ഇത് കൊള്ളാമല്ലോ, നല്ല എന്ന് പറയുന്നു. പ്രാഡാണ് പറയുന്നത്. ഇസ്രയേലിന് അവിടെ ഹമാസുമായി ചർച്ച നടത്താൻ നിർദ്ദേശം നൽകിയത് അമേരിക്കയാണ്. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഖത്തർ ഈ രണ്ടുപേരുമായും ചർച്ച നടത്തി ഒരു സമാധാനത്തിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുത്തരെ മാത്രം വെച്ച് ചർച്ച നടത്താൻ കഴിയില്ലല്ലോ. ചർച്ച നടത്തുന്നവരെ കൊല്ലുക എന്ന് പറയുന്നത് സാധാരണ ഗുണ്ടകളൊക്കെയാണ് അത്തരത്തിലേക്കുള്ള ചെയ്യുന്നത്. ഒരു ലോകത്തിൻ്റെ നീതിയും നയതന്ത്രമൊക്കെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ അത് ചെയ്യുന്നത് തെറ്റാണെന്ന്. അതുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ അറബ് ഉച്ചകോടി കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു യോജിപ്പ് അറബ് മേഖലയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, പണ്ട് ഒസാമ ബിൻ ലാഡൻ പിന്നെ അമേരിക്കയിലെ വേൾഡ് സെന്റർ സ്ഥാനത്തേക്ക് താമസിച്ച പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ പോലും അറിയാതെ രാവിലെ പാകിസ്ഥാൻകാരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ വന്ന് അമേരിക്ക വന്നിട്ട് അവിടെ വന്നിട്ട് യുദ്ധ വിമാനവും സംഗതി എല്ലാം കൂടെ കൊണ്ട് ലാദനെ വെടിവെച്ച് പെട്ടി അതിട്ട് കൊണ്ടുപോയി എങ്ങാണ്ട് പിന്നെ കടലിൽ കൊണ്ട് താഴ്ത്തി. അത് പിന്നെ രാജ്യത്തിന്റെ പരമാധികാര ലംഘനമല്ലേ സാർ ഇത്? അതുപോലെ തന്നെ പിന്നെ ഇസ്രായേൽ വാങ്ങി കൊടുത്തിരുന്നു, ഇവർക്ക് അഭയം കൊടുക്കരുത്. 6 നേതാക്കന്മാരാണ്, ഹമാസിന്റെ 6 നേതാക്കന്മാരാണ് അവിടെ പോയി താമസിച്ചത്. 2 പേരെ കൊന്നു, ഇനി 4 പേരൂടെ ഉണ്ട്. ആ 4 പേരെയും കൂടെ അവർ വക വരുത്തും, അത് തീർച്ചയാണ്. ഏതെല്ലാം ശ്രമിച്ചാലും. ഞാൻ 3 മാസം ഖത്തറിലെ കോൺസുലേറ്റിൽ ജോലി ചെയ്ത ആളാ. ഇവര് അമേരിക്കയെ സ്നേഹിക്കുകയും ചെയ്യും, താഴെ കൂടെ പൈസ കൊടുക്കും. 600 കിലോമീറ്റർ തുരങ്കം ഉണ്ടാക്കിയത് ഹമാസ്, 600 കിലോമീറ്റർ. എന്നിട്ട് ഇവന്മാര് 2 സ്ഥലത്ത് നിൽക്കും. ഹൂത്തികൾക്ക് പൈസ കൊടുക്കും, ലബനോനിൽ പൈസ കൊടുക്കും, മറ്റുള്ള ഇവർക്ക് ഹിസ്ബുള്ളക്ക് പൈസ കൊടുക്കും. ഇവന്മാരുടെ സ്വഭാവം ഇത് തന്നെയാണ്. 2 പേർ അമേരിക്കയെ സ്നേഹിക്കുമെന്ന് പറയും, അടിക്കൂടെ പൈസ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇസ്രായേൽ കയറി അടിച്ചത്. ഇനിയും അടിക്കും, വെയിറ്റ് ചെയ്തു. ശരി, എന്തായാലും ഇസ്രായേലിൻ്റെ അടിയിൽ ആവേശഭരിതരാകുന്ന മനുഷ്യരും ഉണ്ടല്ലോ എന്നുള്ളത് എന്തായാലും കൊള്ളാം. ശ്രീ മോഹനാണ്, വെഞ്ഞാറമൂട് എന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ അറബ് ലോകത്തിന് ആത്മധൈര്യത്തോടു കൂടി നിന്ന് ഒരു ചെറുത്തുനിൽപ്പിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? സാർ, അവരെല്ലാം നമ്മളെ ആൾക്കാരാണ്, ഇന്ത്യക്ക് അനുകൂലമായ ആൾക്കാരാണ്. നമുക്ക് ഇവിടെ വേണ്ടത്, നമ്മള് രാഹുൽ ഗാന്ധി ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നുള്ളതാണ്. അതാരാണ് ഈ രാഹുൽ ഗാന്ധി? ആദ്യം അറിയേണ്ടത്. യാർപ്പാറ് 7 മണിക്ക് ന്യൂസ് 18 നാഷണൽ ചാനൽ എന്നും കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മോഹനൻ. ശ്രീ മോഹൻ അവിടെ നിൽക്കൂ. ഈ താങ്കൾ പറഞ്ഞ പേര് അത് ആരാണ്? രാഹുൽ ഗാന്ധി. അതാരാണ്? രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധി എന്നും പറഞ്ഞു അത് ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ആരാണ്? എനിക്ക് അങ്ങനെ ഒരു പേരുകാരനെ എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് നമ്മളെ പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിന്റെ പേര് ആദ്യം താങ്കൾ സ്വന്തമായി വായിക്കാൻ പഠിക്കൂ. അക്ഷരം അറിഞ്ഞുകൂടാത്തതാണെങ്കിൽ വീട്ടിൽ അക്ഷരം അറിയുന്ന ആരോടെങ്കിലും ചോദിച്ചു പഠിക്കൂ, അത് നല്ലതായിരിക്കും. അതാണ്, താങ്കൾക്ക് അക്ഷരം അറിയില്ലെങ്കിൽ അക്ഷരം അറിയുന്ന വീട്ടിൽ ആരെങ്കിലും കാണും, അവരോട് ചോദിച്ചു പഠിക്കൂ അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. മലയാളം വായിക്കുന്നത് കേരള സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമാണെന്നൊക്കെയാണ് ധാരണ. അതെ, താങ്കൾ അത് ചോദിച്ചു പഠിക്കൂ. താങ്കൾ ആരോടെങ്കിലും അക്ഷരം അറിയുന്നവരൊക്കെ വീട്ടിൽ കാണുമല്ലോ, വീട്ടിൽ പത്രം വരുമല്ലോ, അല്ലെങ്കിൽ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, അതിലൊക്കെ എടുത്ത് വായിച്ചു പഠിക്കൂ. താങ്കൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് വായിച്ചു പഠിക്കൂ. ആദ്യം ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് വായിച്ചു പഠിച്ചിട്ട് വേണം ഇത്തരം വൃത്തികേടുകളൊക്കെ വിളിച്ചു പറയാൻ. പിന്നല്ല, വൃത്തികേടല്ല താങ്കൾ എന്താണ് വിളിച്ചു പറയുന്നത്? താങ്കളെ മോഹനൻ എന്നുള്ള പേരിന് പകരം എനിക്ക് തോന്നുന്ന പേര് വിളിച്ചാൽ മതിയോ? താങ്കളെ മോഹൻ എന്ന പേരിന് പകരം എനിക്ക് തോന്നുന്ന പേര് വിളിച്ചാൽ താങ്കൾ അംഗീകരിക്കുമോ? ആരുടെ പേരാണ്?
ആരുടെ പേരായിക്കോട്ടെ, എനിക്ക് തോന്നുന്ന പേര് ഞാൻ വിളിച്ചാൽ മതിയോ? മോഹൻ എന്ന് പരത്തിന് പരം മോഹനെ എനിക്ക് വിളിക്കാൻ തോന്നുന്നത് മറ്റു പേരാണെങ്കിൽ ഞാനത് വിളിച്ചാൽ മതിയോ? ഒരു പൊതുവേദിയിൽ മറ്റുള്ളവർ കേൾക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ സാമാന്യ മര്യാദ പാലിക്കാൻ തയ്യാറാവണം. എന്ത് വിവരക്കേടും വിളിച്ചു പറയാമെന്ന് വിചാരിക്കരുത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ കാണുന്ന എല്ലാം വിളിച്ച് വിളമ്പാമെന്ന് വിചാരിക്കരുത്. അത്തരം വിവരക്കേടുകൾ വിളിച്ചു പറയാനുള്ള ഇടമല്ല പൊതുവേദി. അത് ആദ്യം മോഹനെ മനസ്സിലാക്കുക. മോഹന്റെ വീട്ടിൽ ആരെങ്കിലും മക്കളോ ആരെങ്കിലും കാണുമല്ലോ, അവരോടൊക്കെ ചോദിക്കുക എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന്. താങ്കൾക്ക് അറിയില്ല, അറിയുമെങ്കിൽ ശരിയായി ഉച്ചരിക്കും. ആദ്യം താങ്കൾ ആദ്യമായി ശരിയായി ഉച്ചരിക്കാൻ പഠിക്കൂ. ആദ്യം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പേര് ശരിയായി ഉച്ചരിക്കാൻ ആദ്യം പഠിക്കൂ. അത് ആദ്യം പഠിക്കും, അതിനുശേഷം സംസാരിക്കാം. അറിയാമെങ്കിൽ അങ്ങനെ വേണം സംസാരിക്കാൻ, അല്ലാതെ ഇത്തരത്തിലല്ല സംസാരിക്കേണ്ടത്. ആദ്യം ഇങ്ങനെ നടക്കുന്ന എനിക്ക് ഞാൻ ഒരു നല്ല ചാനലിൽ അങ്ങനെ പറയുന്നില്ല. ശരി, ഓക്കെ, വെച്ചോ, നല്ലതാണ്. എന്തുകൊണ്ട്? ശ്രീ സന്തോഷാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അറബ് ലോകത്തിന് ഇങ്ങനെ ഒരു ഉച്ചകോടി നടത്തി യോജിച്ചു നിന്ന് ഇസ്രയേലിനെതിരെ ഒരു പ്രതിരോധം ഉയർത്താൻ കഴിയുമോ? നമസ്കാരം. നമസ്കാരം. നമ്മുടെ മനു സാറിനെ പറ്റി മനു ഒരാഴ്ച അവധിയാണ് വീട്ടിലെ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ടാണ് നാളെ എത്തും. ഞാനും മനുവൊക്കെ ഇണങ്ങും പിണങ്ങും വഴക്കുണ്ടാക്കും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാട്ടോ. കാണുന്നില്ല കുറച്ച് ദിവസം വരും. നാളെ എത്തും. നാളെ എത്തുമല്ലോ. അല്ല പനിയോ വല്ല ആയിരുന്നു, കഴിഞ്ഞ പനിയായിട്ട് പുള്ളി റെസ്റ്റായിരുന്നു. ഇനി വീണ്ടും വല്ല പനി ഉണ്ടായോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. വലിയ വിശേഷം. അതെ, ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ട് രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി എന്ന് പറയും കട്ടാക്കുമായിരുന്നു മനു. ഇപ്പൊ സോറി, എന്നോട് ക്ഷമിക്കണം. ഞാൻ പേര് മാറ്റി, എന്റെ നമ്പർ തന്നെ പേര് മാറ്റി വിളിച്ചപ്പോൾ എന്നെ ലൈനിൽ തന്നു. അതിന് വളരെ എല്ലാവരോടും ഞാൻ സോറി പറയാം. കാരണം രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആ മാഡം കട്ട് ചെയ്ത ആ കുട്ടി എന്നാന്ന് ഓർത്തില്ല, അതുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് കിരണ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഇതിനകത്ത് 2 വർഷത്തിൽ ഞാൻ നിൽക്കുന്നില്ല. കാരണം എന്താ പറയുക, നമുക്ക് ഒരാവശ്യം ഉണ്ടായപ്പോഴേക്ക് ഈ അറബ് രാഷ്ട്രം ഒരു രാഷ്ട്രം നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ആരും പറഞ്ഞില്ല. നമ്മുടെ ജാതി ചോദിച്ച് മതം ചോദിച്ച് വെടിവെച്ച് നമ്മുടെ ആൾക്കാരെ കൊന്നു കഴിഞ്ഞപ്പോൾ ആരും നമുക്ക് സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ ആർക്കും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിനകത്ത് അവർ തന്നെ തീർക്കട്ടെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയിൽ കൂടെ തീർക്കാതെ സത്യസന്ധമായ രീതിയിൽ ഇത് പ്രശ്നം തീർക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പരിപാടി നിൽക്കുവാണ്. മനസാറിനെ അന്വേഷിക്കാൻ വേണ്ടി മാത്രം വിളിച്ചത്. താങ്കളെ വ്യാജ പേരുകളൊക്കെ മാറ്റി ശരിയായ പേരിൽ വിളിക്കുന്നതിൽ വളരെ സന്തോഷം. എന്തായാലും അത് തുറന്നു പറയാനും കൂടി കാണിച്ചതിൽ വലിയ സന്തോഷം അറിയിക്കുന്നു. ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങളുടെ എന്ത് വിയോജിപ്പുള്ള അഭിപ്രായങ്ങളാണെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതെല്ലാം കൂടി ചേരുന്നതാണ് പൊതുവേദി. അല്ലാതെ ഒരു അഭിപ്രായം മാത്രം പറയുന്നതല്ല. സ്വാഭാവികമായും ചില അഭിപ്രായങ്ങളോട് തർക്കങ്ങളുണ്ടാവും, വിയോജിപ്പുകളുണ്ടാവും. അത് അഭിപ്രായങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളാണ്, വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങളോ വിയോജിപ്പുകളോ ഒന്നുമല്ല. ചിലപ്പോൾ ഒരു പാർട്ടിക്കാരൻ പറയുമ്പോൾ അവരുടെ ഇതൊരു പാർട്ടിക്കാർക്ക് ഇവിടെ ന്യായങ്ങൾ നമ്മൾ തിരിച്ച് ചോദിച്ചെന്നിരിക്കും. അപ്പോൾ അവർക്ക് തോന്നും ഞങ്ങൾക്കെതിരായി തോന്നുന്നു എന്നൊക്കെ. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളോട് ചേരുമ്പോഴാണ് ഇങ്ങനൊരു ചർച്ച സജീവമാകുന്നതല്ല. അത് എല്ലാവരും പറയുന്നത് ഇങ്ങനെ കേട്ട് അതെല്ലാം കേട്ട് ശരി എന്നാൽ ഇനി അടുത്ത ആൾ പറയൂ എന്ന് പറയുമ്പോഴാണെങ്കിൽ ഒരു ആങ്കറെ ഇവിടെ വേണ്ടല്ലോ. ഒരു ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കായിട്ട് വിളിച്ച് പറയുന്ന അവസ്ഥ വരുമല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചകളും വഴക്കും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ് എപ്പോഴും ജനാധിപത്യത്തിനും നല്ലത്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയം ഇവിടെ തീരുവിടുക. മറ്റേ അറബ് ലോകം തിരിച്ചു കയറി അടിക്കുകയൊന്നുമില്ല. അവര് മാറി മാറി പോകുന്നത്. ഇതിനകത്ത് ഞാൻ വിളിക്കാൻ കാരണം നമ്മുടെ മുഹമ്മദിലെ മഞ്ചേരി, മുഹമ്മദ് മഞ്ചേരി, പുള്ളി അബദ്ധം പറ്റി പറഞ്ഞാൽ പുള്ളി പറഞ്ഞ അറബ് ലോകങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ പള്ളി വിളിച്ചപ്പോൾ അവര് ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. പുള്ളി അബദ്ധം പറ്റി പറഞ്ഞായിരിക്കും അത്. അങ്ങനെ പുള്ളി ഇടയ്ക്കൊന്ന് പറഞ്ഞിട്ട് പോയി. കേട്ടില്ല. അറബിലോ എങ്ങനെ എനിക്ക് താങ്കൾ പറഞ്ഞത് വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു പള്ളി വിളിച്ചപ്പോൾ അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ എന്താണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് കൃത്യമായി കേട്ടില്ല. പുള്ളി അബദ്ധം പറ്റി പറഞ്ഞായിരിക്കും ചിലപ്പം. അല്ലാതെ എനിക്കറിയില്ല പുള്ളി അങ്ങനെ പറഞ്ഞില്ലയോ എന്താണ് പറഞ്ഞത്. ഞാൻ അതിന്റെ ആ സാഹചര്യം കേട്ടില്ല. ഇടയ്ക്ക് ചില സമയങ്ങളിൽ നമ്മുടെ ചെവിയിലേക്ക് PCR നിന്ന് അടുത്ത ആൾ വരുന്നതിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ വരണ്ട ഇടയ്ക്ക്. എന്തായാലും ഞാൻ താൻ കേട്ടില്ല, അതെന്തായാലും കേട്ടു നോക്കാം. ശരി, ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന് സംസാരിച്ചത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പ്രീതമാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രീതം, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ അറബ് ഉച്ചകോടി എന്ന് പറയുന്നത്? ആ ഉച്ചകോടിക്ക് അത്തരത്തിലേക്ക് ഇപ്പോൾ പറയുന്നത് പോലെ ഒരു പ്രതിരോധ നിര തീർക്കാനോ അല്ലെങ്കിൽ അത്തരമൊരു യോജിപ്പിനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ടോ? ഈ അമേരിക്കയാണ് ഹമാസിന് ഇസ്രായേലില് പോകാനുള്ള അവസരം താങ്കൾ ഒരുക്കി കൊടുത്തത്. നമുക്ക് ആദ്യം അറിയേണ്ടത് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ലോകത്തിന്റെ അനിവാര്യതയാണോ എന്നാണ് അറിയേണ്ടത്. ഹലോ പറഞ്ഞോളൂ.
ഹമാസിനെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ളത് ലോകത്തിന്റെ ആവശ്യമാണോ എന്നാണ് ആദ്യം ഉള്ളത്. അല്ലാതെ അവിടെ പോയി ഒരു കെട്ടിടത്തിൽ പറ്റുന്നവരോട് ഇത്രയും വലിയ കാര്യമില്ല. അവർ ചെയ്ത തെറ്റാണ്. ഈ അമേരിക്ക പറഞ്ഞാലും ആര് പറഞ്ഞാലും ഖത്തർ ഒരിക്കലും അവർക്ക് ഇത് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ഇപ്പൊ ഇസ്രയേലിനെ കുറ്റം പറയേണ്ട അർത്ഥമില്ലല്ലോ. അതുപോലെ തന്നെ അമേരിക്ക ലോക പോലീസിൽ ആരും അംഗീകരിച്ചിട്ടില്ല. അവിടെ പട്ടാളോ എല്ലാവരും കണ്ടപ്പോൾ എല്ലാവരും ലോക പോലീസ് എന്ന് പറയുന്നു. ഇപ്പൊ തന്നെ മോദിയായിട്ട് സംസാരിച്ചത് മോദി പറഞ്ഞല്ലോ അല്ലാന്ന്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അമേരിക്ക ബാക്കിൽ പോകുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. പക്ഷെ അതിൽ കാര്യമില്ല. അവര് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്ത് അമേരിക്കയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ പ്രീതം. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, ഈ GCC രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു യോജിപ്പിൻ്റെ വഴിയിലെത്തി അവരുടെ അഭിമാനത്തിൻ്റെ ഉയർത്തിപ്പിടിക്കാൻ അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അറബ് ലോകവും GCCയും ഒന്നിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെയും അതേപോലെ അമേരിക്കയൊക്കെ പാഠം പഠിപ്പിക്കാൻ കഴിയും. അത് ഈ യുദ്ധത്തിലൂടെയൊന്നല്ല. യുദ്ധത്തിലൂടെ അവർ കളിക്കേണ്ട അവർ വിവരം അറിയാം. ഇപ്പൊ ഇറാനോട് കളിച്ചപ്പോഴേ ഉൾവലിഞ്ഞത് നമ്മൾ കണ്ടില്ലേ. അപ്പൊ നേരെ മറിച്ച് അറബ് രാജ്യങ്ങൾ പാവങ്ങളാണ്. അവരെ തിരിച്ചടിക്കാനുള്ള ശക്തിയൊന്നുമില്ല. അപ്പൊ അവർക്ക് സാമ്പത്തികമായി അവരെ തകർക്കാൻ കഴിയും. അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവർ ഇറക്കാതിരിക്കുക. അറബ് രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും അവരെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങാതിരുന്നാൽ തന്നെ അവർ സാമ്പത്തികമായി തകരും. അത് ഉറപ്പാണ്, നമുക്കറിയാലോ. അപ്പൊ ആ രീതിയിൽ ഇതൊരു തമ്മാടിത്തമല്ലേ കാണിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഈ അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചാൽ അത് ഞാനാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഈ അഹങ്കാരികളെ ഒന്നും ഒരു ലോകത്തും വളരെ കാലം വെച്ചു പുറപ്പിച്ചിട്ടില്ല എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ആ ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. അതിന് കൂടുതൽ ആയുസില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ രാജ്യങ്ങളെയും വെറുപ്പിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളെ മുഴുവനും മുൾമുലയിൽ നിർത്തിക്കൊണ്ട് ശക്തി കുറഞ്ഞ രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇവർക്കൊക്കെ സാധിക്കും. അപ്പോൾ അവർ ഈ ഒരു ബലം വെച്ചുകൊണ്ടാണ് ഇതൊരു പേടിപ്പിക്കലാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിന് അമേരിക്കയുടെ തന്ത്രവും ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം അറബ് രാജ്യങ്ങളെ പേടിപ്പിച്ചു നിർത്തുക എന്നൊരു ലക്ഷ്യവും ട്രംപിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഇപ്പോൾ കളിക്കുന്ന കളികൾ എന്നാണ്. കാരണം മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പൊ ചൈനയായാലും റഷ്യയായാലും അതേപോലെ മറ്റു രാജ്യങ്ങളായാലും അവരെയൊക്കെ ഒന്ന് വിറപ്പിച്ച് നിൽക്കുക എന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായി നടത്തുന്ന കളിയാണോ ഇത്? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ റഷീദ് കൊയിലാണ്ടി. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഗൗതമാണ് കാസർഗോഡ് നിന്ന് വിളിക്കുന്നത്. ശ്രീ ഗൗതം, താങ്കൾക്ക് എന്ത് തോന്നുന്നു, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കുന്ന അറബ് ഉച്ചകോടി, ആ ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ അറബ് രാജ്യങ്ങൾ, ഈ GCC കൺട്രീസൊക്കെ തയ്യാറാകുമോ? ഹലോ കിരൺ കുമാർ, ആദ്യം പറയാനുള്ളത് ഈ ഒരു മോഹൻ എന്ന് പറഞ്ഞൊരു വ്യക്തി വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അദ്ദേഹം എന്ത് അസംബന്ധമാണ് പറയുന്നത്? അത് അദ്ദേഹത്തോട് തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. അത് വളരെ നല്ലൊരു കാര്യം താങ്കൾ പറഞ്ഞത്. ഒരു രാഷ്ട്രീയ ഭേദമന്യേ എനിക്ക് ആ വ്യക്തിയിൽ നിന്നല്ല, എന്താണ് ആ വ്യക്തി പറയുന്നത് ഒരു ചാനലിൽ വിളിച്ചു പറയുന്നത്? അതൊക്കെ ചില ആളുകളൊക്കെ ഈ വാട്സാപ്പിലൊക്കെ ചില ആളുകളൊക്കെ ഇട്ടുവിടുന്ന പലതും കണ്ട് വിശ്വസിച്ച് അതാണ് ലോകം എങ്ങനെയൊക്കെ വിശ്വസിച്ച് അത് അന്ധമായി വിശ്വസിച്ചിരിക്കുകയും അതൊക്കെ എവിടെയും പറയാം എന്നൊക്കെ. പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പുറത്ത് പറയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ പുറത്ത് പറയുന്ന ചില മണ്ടന്മാരെന്നോ അല്ലെങ്കിൽ എന്ത് വേണം, മണ്ടന്മാരാണെന്ന് പറയാൻ കഴിയില്ല, പുറത്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ചില കക്ഷികളൊക്കെ ഉണ്ട്. അത് പോട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ശ്രീ ഗൗതം, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീകുമാറാണ് വർക്കലയിൽ നിന്ന്. ശ്രീകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ GCC രാജ്യങ്ങൾക്ക് ഇങ്ങനെ ഒരു അമേരിക്കയുടെ താല്പര്യം മറുപക്ഷത്ത് നിൽക്കുമ്പോൾ അതിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ച് ഒന്നിച്ചു നിൽക്കാൻ കഴിയുമോ? സാർ, ഞാൻ മെനഞ്ഞാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഇപ്പൊ ഞാൻ ടൈറ്റിലെന്ന് പറഞ്ഞു, ഇന്നിപ്പോ നമുക്ക് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ചൊന്നും പറയാനില്ല. കാരണം ഗൾഫ് രാജ്യങ്ങൾ മൊത്തവും യൂറോപ്യൻ, പ്രത്യേകിച്ച് ഒമാൻ എന്ന് പറഞ്ഞ ബ്രിട്ടന്റെ അണ്ടറിൽ അവരെതിരാണ്. അവിടുത്തെ പോലീസ് പോലും റോയൽ ഒമാൻ പോലീസിലാണ്.
അവിടുത്തെ പിന്നെ ഏതെടുത്താലും ഖത്തർ എടുത്താലും ഏതെടുത്താലും അമേരിക്കയുടെ അണ്ടറിലാണ്. അപ്പൊ ഇവർക്ക് ഈ GCC നിന്ന് ചേർന്ന് ഇവർ ഇസ്രായേലിനെ അടിച്ചതെന്ന് ഈ ടൈറ്റിൽ കാണിക്കുന്നവരും മനസ്സിലാവും. ഒരിക്കലും ചെയ്യില്ല, ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അത് ഒന്ന്. രണ്ടാമത് ഇപ്പൊ ഒരു മോഹൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടി വിളിച്ചിട്ട് പറഞ്ഞ രാഹുൽ ഗാന്ധി അല്ല അതിൽ ഒരു ചെറിയൊരു തിരുത്തലുണ്ട്. തിരുത്തലെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഫാദറിന്റെ പേര് രാജീവ് ഗാന്ധിയുടെ അമ്മയുടെ പേര് ഇന്ദിരാഗാന്ധിയുടെ അച്ഛന്റെ പേര് നെഹ്റു, അവന്റെ മുത്തച്ഛന്റെ പേര് മോത്തിലാൽ നെഹ്റു. അപ്പൊ ഇവർക്ക് ഇവിടുന്ന് ഗാന്ധി കിട്ടി. ഇതിന്റെ വന്നത് പ്രശ്നം വേറെ ഒന്നുമല്ല. ഇതിപ്പോ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു പാഴ്സിയാണ്, അതായത് നമ്മളെ ഫിറോസ് ഗണ്ഡി. ശ്രീകുമാർ, താങ്കള് അടക്കം ഇത് ഇന്ത്യയിൽ ഇന്നും ഇന്നലെ ഉണ്ടായ മനുഷ്യരൊന്നുമല്ല. ഒരു മിനിറ്റ് ശ്രീകുമാർ, അവിടെ നിൽക്കൂ. താങ്കൾ താങ്കൾ അങ്ങനെ പറഞ്ഞു പോകാതെ എല്ലാ രാഷ്ട്രീയമായി ആർക്കെതിരെയും രാഷ്ട്രീയ അഭിപ്രായം പറയാം. ഇത് ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിക്ക് എങ്ങനെ പേര് കിട്ടിയൊന്നും ഇന്ദിരാഗാന്ധി ഇന്ന് ജനിച്ച ആളെന്നുമല്ല, ഇപ്പോൾ ഏറ്റവും പുതിയ കാലത്ത് ജനിച്ച ആളെന്നുമല്ല. കുറച്ചുപേർ ഇന്ത്യയിലേക്ക് ഒരു പുതിയ ഭരണം വന്നു എന്ന് കരുതി ആ ഭരണത്തിന് ശേഷം ഉണ്ടായ ആളുമല്ല ഇന്ദിരാഗാന്ധി. അവർക്കൊക്കെ എത്രയോ കാലം മുമ്പ് ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അവർക്ക് എങ്ങനെ പേര് കിട്ടിയെന്ന് ഇന്ത്യക്കാർക്ക് നന്നായി അറിയാം. അവരെ നന്നേ ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യക്കാർക്ക് അറിയാവുന്നവരാണ്. അവർക്കെതിരെ രാഷ്ട്രീയമായി നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാം, എന്ത് വിമർശനവും ഉന്നയിക്കാം. പക്ഷെ ഇത്തരം വൃത്തികേടുകൾ വിളിച്ചു പറയുക രാഷ്ട്രീയമല്ല, അന്തസ്സല്ല. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ആരാന്ന് അന്വേഷിക്കേണ്ട ശ്രീകുമാർ. അത്ര വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. ഇതൊക്കെ ചരിത്രത്തിൽ ആളുകൾ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. താങ്കൾ വായിക്കുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെങ്കിൽ അത് താങ്കൾ വായിച്ച് കൈവച്ചേരെ. അതെടുത്തോണ്ട് ഇങ്ങോട്ട് വരണ്ട, അതങ്ങ് കൈവച്ചിരുന്നാ മതി. ഇന്ദിരാഗാന്ധിക്കെതിരെ രാഷ്ട്രീയ വിമർശനം ഉണ്ടെങ്കിൽ ഉന്നയിക്കാം, ആർജവത്തോടുകൂടി ഉന്നയിക്കാം, ഒരു പ്രശ്നവുമില്ല ഉന്നയിക്കാൻ. അതിനാണ് ധൈര്യം വേണ്ടത്. അത്തരം രാഷ്ട്രീയമാണ് താങ്കൾ പഠിക്കേണ്ടത്, അല്ലാതെ വ്യക്തിപരമായ കള്ളക്കഥകൾ പറഞ്ഞ് പരത്തുകയല്ല വേണ്ടത്. ഇത്തരം കള്ളക്കഥകൾ പറഞ്ഞ് പരത്തുകയല്ല വേണ്ടത്. താങ്കൾ ഏത് രാഷ്ട്രീയക്കാരനാണ്? താങ്കൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് പറയൂ. അല്ലല്ല ശ്രീകുമാർ, താങ്കൾ ഏത് രാഷ്ട്രീയക്കാരനാണ് പറയൂ. ശ്രീകുമാർ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് പറയൂ. TG മോഹൻദാസിനാണ് പറയുന്നത്. താങ്കൾ ഏത് രാഷ്ട്രീയക്കാരനാണ്? ആരെങ്കിലും ഒക്കെ പല ഉരക്കേടുകളും വിളിച്ചു പറയും. ആ ഉരക്കേടുകൾ വിളിച്ചു പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കരുത്. ഈ നാട്ടിലെ ആളുകൾ ഉരക്കേട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പറയുന്നതാണോ ശരി തെറ്റ് എന്ന് പരിശോധിക്കാൻ ഈ നാട്ടിൽ പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ അറിവുള്ള ആളുകളുണ്ട്. അറിവ് നേടാൻ എത്രയോ മാർഗങ്ങളുണ്ട്. അവിടെയൊക്കെ പരിശോധിക്കണം. ഈ ചില ആളുകൾ, എനിക്ക് ദയവ് ചെയ്ത് പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ചില ആളുകൾക്ക് നിങ്ങൾക്ക് BJP-യോടോ CPM-നോടോ കോൺഗ്രസിനോടോ അവരുടെ നേതാക്കളോടൊക്കെ വിയോജിപ്പുണ്ടാവാം. ആ വിയോജിപ്പുകളുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ വിയോജിപ്പ് എത്ര ശക്തമായും പ്രകടിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇവിടെ ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയം, രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ പേര് വന്നു, അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നല്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഒരാളുടെ പേര് എന്തായിക്കോട്ടെ, ഇനി അതിൻ്റെ ചരിത്രം പോലും പരിശോധിക്കണം. ഒരാൾക്ക് എനിക്ക് എന്ത് പേരിടണം എന്ന് എൻ്റെ അച്ഛനും അമ്മയും ഒരു പേരിട്ടാൽ ആ പേര് എന്നെ വിളിക്കണം. ആ പേരാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ആ പേര് വിളിക്കാൻ അർഹതയില്ല എന്നൊന്നും, അല്ലെങ്കിൽ ഇടാൻ അർഹതയില്ല എന്നൊന്നുമില്ല. പണ്ട് രാജഭരണകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ചില ജാതി പേരുകൾ ചിലർക്ക് ഇടരുതെന്ന്. ഒരു ജാതിയുമായി ബന്ധപ്പെട്ട പേരൊന്നും അല്ലാതെ ഏത് പേരും, അല്ലെങ്കിൽ ഏത് ജാതിയുടെ പേരും ആ ജാതിക്കാരനല്ലാത്ത ഒരാൾ ഇട്ടുപോയാൽ പോലും അയാൾ പേരിട്ടെങ്കിൽ അയാൾ ആ പേരിൽ വിളിക്കണം. ആ പേരിലാണ് വിളിക്കേണ്ടത്. മറ്റൊരു പേരിൽ വിളിക്കാൻ മറ്റൊരാൾക്ക് അർഹതയില്ല. അതാണ് ജനാധിപത്യ മര്യാദ, അതാണ് മര്യാദ. അല്ലാതെ ആ രാഷ്ട്രീയം പറയുന്നതിന് പകരം അതിനപ്പുറത്തെ വ്യക്തിപരമായ വൃത്തികേടുകൾ വിളിച്ചു പറയുന്നത് ദയവ് ചെയ്ത് പൊതുവേദിയിലെങ്കിലും ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ബുഹാരിയാണ്, ഖത്തറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബുഹാരി, താങ്കളുടെ രാജ്യവുമായി ബന്ധപ്പെട്ട താങ്കളുടെ രാജ്യം എന്നത് താങ്കൾ ജീവിക്കുന്ന രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തരമൊരു ഐക്യത്തിന് അറബ് രാജ്യങ്ങൾ തയ്യാറാവാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴേ ഇവരുടെ ഈ ആക്രമണത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സാമ്പത്തികമായിട്ടും മറ്റ് രാഷ്ട്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് നഷ്ടങ്ങൾ വരുന്നുണ്ട്. അതിന്റെ പേരിൽ അവർ ഒന്നിക്കാൻ സാധ്യതയുണ്ട്. GCC കൺട്രികൾ ഒന്നിച്ച് ഇസ്രായേലിനെതിരെ ഒരു നീക്കം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹലോ, ശ്രീ ബുഹാരിയാണ്, ഖത്തറിൽ നിന്നാണ് സംസാരിച്ചത്. അങ്ങനെ ഒരു യോജിപ്പിനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ശ്രീ സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്,
യോജിക്കും എന്നാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടല്ല, അവർ അങ്ങനെ ഒരു ഉച്ചകോടിക്ക് ഖത്തർ ക്ഷണിക്കുന്നു. അങ്ങനെ ഉച്ചകോടി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ചേരുന്നു. വിദേശകാര്യമന്ത്രിമാരുടെ പ്രത്യേക യോഗവും അതിനുശേഷവും രാജ്യങ്ങളുടെ ഔദ്യോഗിക ഉച്ചകോടിയും ഒക്കെ ചേരുന്നു. അങ്ങനെ ഒരു യോജിപ്പിന് അന്തരീക്ഷത്തിലേക്ക് ഈ GCC രാജ്യങ്ങൾ എത്താനും ഇസ്രായേലിനെതിരെ ഒരു പ്രതിരോധ നിര തീർക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ടോ? ഓക്കെ സാർ, നമസ്കാരം. എന്റെ അഭിപ്രായത്തില് ഈ തീവ്രവാദം ഏത് രാജ്യത്ത് നടത്തിയാലും അത് നല്ല ഒരു പ്രവണതയല്ലെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല. അപ്പോ ബിൻ ലാദന്റെ കഥ നമുക്കറിയാം. അപ്പോ ലോക വ്യാപാര കേന്ദ്രം തകർത്തത്. അപ്പൊ അത്തരം പരിപാടികൾ ഏത് രാജ്യം കൊണ്ടുവന്നാലും അത് ഇല്ലാതാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സന്തോഷ്. ശ്രീ ഇബ്രാഹിമാണ് പൊന്നാനിയിൽ നിന്നും. ശ്രീ ഇബ്രാഹിം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അത്തരമൊരു ചെറുത്തുനിൽപ്പിനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഈ കോൺട്രവേഴ്സിക്ക് പോകാത്ത മുമ്പേ പ്രേക്ഷകരെ ഒരു കാര്യം വിനീതമായി അറിയിക്കേണ്ടതുണ്ട്. ഒന്ന്, അറബ് ഗൾഫ് രാജ്യങ്ങൾ നമ്മൾ ശത്രുക്കളല്ല. അവര് കാരണമാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് തൊഴിലാളികൾ അവിടെ തൊഴിലെടുക്കുന്നുണ്ട് വളരെ ഉയർന്ന തരത്തില്. അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ടാവും. നമ്മുടെ രാജ്യത്തിലും പൊതുവെ കേരളത്തിന് പ്രത്യേകിച്ചും ഉണ്ടാവും, ഒരു സംശയം ഉണ്ടാവും. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തത്, 1973 അറബ് ഇസ്രായേൽ യുദ്ധം ഉണ്ടായി. അറബ് ഇസ്രായേൽ യുദ്ധം ഉണ്ടായപ്പോൾ 1967 ഇസ്രായേലികൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം തിരിച്ചു കൊടുത്ത് ഒത്തുതീർപ്പിൽ തന്നെ തന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ അന്ന് ശക്തമായി സോവിയറ്റ് യൂണിയൻ ഇടപെട്ടതാണ്. ഇന്ന് ആ സോവിയറ്റ് യൂണിയൻ ഇല്ലാത്തതിന്റെ ഗതിയിലാണ് അറബ് രാഷ്ട്രങ്ങളെല്ലാം ലോകത്തൊട്ടാകുള്ളത്. ഞാൻ പറയുന്നത് ഒരു പ്രദേശത്ത് ഒരു റൗഡി ഉണ്ടെങ്കിൽ ആ റൗഡി ഒറ്റതായിട്ട് വേറെ റൗഡി ഉണ്ടാവണം. അപ്പോഴേ അവിടെ സമവാക്യം വരുള്ളൂ. റൗഡി അല്ലെങ്കിൽ പോലും അങ്ങനെ നിലപാടല്ലെങ്കിലും സോവിയറ്റ് യൂണിയനെ പോലെ രാജ്യം ഉണ്ടായിരുന്നത് അമേരിക്കയുടെ ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള അതിക്രമത്തിനൊരു പരിഹാരം കൂടിയായിരുന്നു. ശ്രീ ഇബ്രാഹിമാണ് പൊന്നാനിയിൽ നിന്നും. എന്തായാലും അറബ് രാജ്യങ്ങൾക്ക് അത്തരത്തിലൊരു ഐക്യം വേണം എന്ന് അഭിപ്രായപ്പെട്ടവരും ഇനിയെങ്കിലും ആ ഐക്യത്തിലേക്ക് എത്തി അവർ യോജിച്ചു നിൽക്കണമെന്ന് പറഞ്ഞവരും സ്വാഭാവികമായും അമേരിക്കൻ താല്പര്യത്താൽ നിയന്ത്രിതമായ അറബ് രാജ്യങ്ങളിൽ അങ്ങനെ ഒരു ഐക്യമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞവരും ഒക്കെയുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു ഈ വിഷയത്തിൽ ഉണ്ടായത്. ആഗ്രഹം ഒരു വഴിക്ക്, ആ രാജ്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികളുടെ താല്പര്യം മറുവഴിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. അതല്ല ഈ ഇവരൊക്കെ ചെയ്തത് ഇവിടെ കയറി ഖത്തറിൽ കയറി ആക്രമണം നടത്തിയ ഇസ്രായേൽ ചെയ്തത് ശരിയാണ് എന്ന് വാദിക്കുന്നവരും വിശ്വസിക്കുന്നവരും അതിൽ സന്തോഷിക്കുന്നവരും ഒക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇടയ്ക്കെങ്കിലും ചില പ്രേക്ഷകർ മോശപ്പെട്ട പ്രവണതകളിലേക്ക് അവരുടെ അഭിപ്രായ പ്രകടനങ്ങളുമായി പോയി. ദയവേത് അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണം. ഇതൊരു ജനാധിപത്യ വേദിയാണ്. അവിടെ ജനാധിപത്യപരമായി തന്നെ സമ്മതിക്കാനുള്ള അവസരം ആയി തുടരാൻ കഴിയണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.